വൈസ് ആയിട്ട് റൈറ്റ് ചെയ്യാൻ നോക്കുക. സോ ഇതായിരിക്കും ഷോർട്ട് കട്ട് ടു ഒരു 40 മാർക്ക് അല്ലെങ്കിൽ അതിന് കൂടുതൽ മാർക്ക് വാങ്ങാനായിട്ട് ഉള്ളത്. ഓക്കെ, സോ ഐ വിൽ ഷെയർ ദ സ്ക്രീൻ. ഓക്കെ, പ്ലീസ് വെയിറ്റ്. സോ ഫസ്റ്റ് മോഡ്യൂൾ കാണാവോ? നിങ്ങൾക്ക് സ്ക്രീൻ കാണാവോ? യെസ് മാം, കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. സോ ഫസ്റ്റ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ഇതിൽ കുറച്ച് പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ മോസ്റ്റ്ലി നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ പ്രോബബിലിറ്റി ആയിരിക്കും വരുന്നത്. ഓക്കെ, ഇൻ പാർട്ട് ബിയിൽ വരുന്നത്, ലൈക്ക് ഓർ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, സോ ഡേറ്റ അനലിറ്റിക്സിന്റെ സബ്ജക്ട് എന്ന് പറയുന്നത് ഇച്ചിരി കുറച്ച് വാസ്റ്റ് ആണ്. അതായത് നമുക്ക് ഇത് വരും അത് വരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല. സോ ബട്ട് എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. ബിക്കോസ് അത്രയ്ക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് മാത്സ് ഒന്നും അല്ല, ജസ്റ്റ് എല്ലാം ഒന്ന് അറിഞ്ഞിരുന്ന് പോവുക. ഞാൻ പറഞ്ഞല്ലോ, ഓരോ സ്റ്റെപ്സിൽ മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ അത് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് മോഡ്യൂളിന്റെ അകത്ത് സോ യൂഷ്വലി ഫസ്റ്റ് എന്താണ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് ആദ്യമേ അറിഞ്ഞിരിക്കുക. അതിന്റെ ഡെഫിനിഷൻ ഓഫ് ഡേറ്റ, വാട്ട് ഇസ് ഡേറ്റ അനലിറ്റിക്സ് എന്ന് ചോദിച്ചാൽ ഡെഫിനിഷൻ ഓഫ് ഡേറ്റ അനലിറ്റിക്സിന് 3 മാർക്സ് അങ്ങനെയായിരിക്കും ഞങ്ങൾക്ക് സ്കീം തരുന്നത്. സോ നിങ്ങൾ ഒരു നല്ല രീതിയിൽ ഒരു ഫ്രെയിം അപ്പ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 3 മാർക്സ്. ഓക്കെ, സോ ഡേറ്റ അനലിറ്റിക്സ് എന്താണെന്ന് യൂഷ്വലി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വി ഹാവ് റോ ഡേറ്റ ഉണ്ടായിരിക്കും, അതിനെ അനലൈസ് ചെയ്തിട്ട് ഒരു വിഷ്വലൈസ്ഡ് ആൻഡ് ഹ്യൂമൻ റീഡബിൾ ആക്കി മാറ്റുക എന്നുള്ളതായിരിക്കും ഡേറ്റ അനലിറ്റിക്സ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ അകത്ത് കുറച്ച് ടൈപ്പ് ഓഫ് ഡേറ്റ അനാലിസിസ് ഒക്കെ ഉണ്ടായിരിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ടായിരിക്കും, ക്വാളിറ്റേറ്റീവ് ഉണ്ടായിരിക്കും. സോ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൈക്ക് ഒരു ജ്വല്ലറി ഷോപ്പിന്റെ ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പാസ്റ്റ് 6 months അവർ എത്രമാത്രം എത്ര ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ സോൾഡ് ചെയ്തു എന്നുള്ളതായിരിക്കും നോക്കുന്നത്. ഓക്കെ, സോ ഇൻ കേസ് ഒരു 210 ഗോൾഡും 105 സിൽവർ പീസസ് അവർ സോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ കൈവശം ഉള്ളത് ഒരു 100 ഗോൾഡ് പീസസും 100 സിൽവറും ആണെങ്കിൽ ആ എടുത്ത ഒരു പാസ്റ്റ് 6 months അനാലിസിസ് വെച്ചിട്ട് ഇനി എത്ര ഫ്യൂച്ചറിൽ എടുക്കണം, അല്ലെങ്കിൽ എത്രമാത്രം സെയിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളായിരിക്കും ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ അനാലിസിസിൽ വരുന്നത്. ആൻഡ് ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് സർവേസ് ആയിരിക്കും, അല്ലെങ്കിൽ കേസ് സ്റ്റഡീസ് ആയിരിക്കും. ഇപ്പൊ ഒരു ജിമ്മിൽ നമ്മൾ പോവുകയാണെങ്കിൽ അത് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ, അത് നമ്മുടെ ക്ലാസ്സസ് യൂഷ്വൽ ക്ലാസ്സസിനേക്കാളും കുറച്ചുകൂടി ഇംപ്രൂവ് അപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ അവിടെയുള്ള ആൾക്കാർക്ക് ഒരു സർവേ കൊടുക്കും. ആൻഡ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി സജസ്റ്റഡ് ആയിട്ടുള്ള എക്സസൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ ആയിരിക്കും അത് നമ്മൾ എടുക്കുന്നത്. അത് നമ്മൾ ഫ്യൂച്ചർ വർക്ക്ഔട്ട് ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. സോ ക്വാളിറ്റേറ്റീവ് എന്ന് പറയുന്നത് ജസ്റ്റ് ലൈക്ക് സർവേസ് പോലത്തെയുള്ള കാര്യങ്ങളിലും, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ്സോ അല്ലെങ്കിൽ സെയിൽസ് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ അനാലിസിസ് ആയിരിക്കും ഉള്ളത്. ഓക്കെ, സോ വൈ ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ അനാലിറ്റിക്സ് ഇസ് സിഗ്നിഫിക്കന്റ് എന്ന് പറയുന്നത് ഇതുകൊണ്ടായിരിക്കും. ലൈക്ക് നമ്മൾ ഡേറ്റ അനാലിസിസ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ബിസിനസ് ഗ്രോ അപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ബിസിനസ് ഡിസിഷൻസ് ഗ്രോ അപ്പ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും യൂഷ്വലി നമ്മൾ കമ്പനീസിലും ബിസിനസ് മാറ്റേഴ്സിലൊക്കെ ആയിരിക്കും ഡേറ്റ അനാലിസിസ് യൂസ് അപ്പ് ചെയ്യുന്നത്. ആൻഡ് കമ്പനീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ന്യൂ പ്രോഡക്ട്സ് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളത് എങ്ങനെ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അതിലൊക്കെ വെച്ചിട്ടായിരിക്കും ഡേറ്റ അനാലിസിസ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്നത്. സോ ഇതെല്ലാം നിങ്ങൾക്ക് 3 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ലൈഫ് സൈക്കിൾസ് വരയ്ക്കണമെങ്കിൽ വരയ്ക്കുക. ഓക്കെ, സോ ഫിഗേഴ്സ് ഇമ്പോർട്ടന്റ് ആയിരിക്കും. സോ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ 3 മാർക്സിന് വൈ ഡേറ്റ അനലിറ്റിക്സ് ഇസ് സിഗ്നിഫിക്കന്റ് എന്ന് ചോദിച്ചാൽ ഇതുപോലെ എഴുതാവുന്നതാണ്. ഓക്കെ, ദെൻ നിങ്ങളുടെ മൊഡ്യൂളിലേക്ക് വരുവാണെങ്കിൽ യു ഹാവ് ഇതില് സം ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ആപ്ലിക്കേഷൻസ് എല്ലാം നോക്കി വെച്ചിട്ട് പോവാം. കഴിഞ്ഞ പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളായിരുന്നു ആപ്ലിക്കേഷൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് എഴുതാം, ഇന്ന ആപ്ലിക്കേഷൻസ് ഒന്നുമില്ല, എന്ത് നിങ്ങൾക്ക് അറിയാവുന്ന ആപ്ലിക്കേഷൻസ് എഴുതിയാൽ ഇഫ് ഇറ്റ് ഇസ് ജസ്റ്റിഫൈഡ് നിങ്ങൾക്ക് മാർക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഇതിൽ വരുന്ന 2 അനാലിസിസ് മെയിൻ ആയിട്ട് വരുന്നത് ഡിസ്ക്രിപ്റ്റീവും ഇൻഫറൻഷ്യലും ആയിരിക്കും. ആൻഡ് ഡിസ്ക്രിപ്റ്റീവിൽ വരുന്ന ടൈപ്സ് ആണ് ലൈക്ക് ദാറ്റ് മെഷേഴ്സ് ഓഫ് ഫ്രീക്വൻസി, ഹൗ ഫ്രീക്വന്റ്, എത്രമാത്രം ഫ്രീക്വന്റ്. അതായത് ഇപ്പൊ നമ്മൾ ജിമ്മിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സർവേ എടുത്തു കഴിയുമ്പോൾ മോസ്റ്റ് ഫ്രീക്വന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു എക്സസൈസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതായിരിക്കും നമ്മൾ എടുക്കുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ. ഓക്കെ,
മെഷേഴ്സ് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയും. ആൻഡ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിക്കകത്താണ് വരുന്നത് നിങ്ങളുടെ മീൻ, മീഡിയം, മോഡ്. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്, മീന്, മീഡിയൻ, മോഡൊക്കെ. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുണ്ട് മീൻ, മീഡിയൻ, മോഡിന്റെ ഒക്കെ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ട്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷന്റെ അകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്, ലൈക്ക് ഹൗ യുവർ ഡേറ്റ ഇസ് ഗെറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ, അതിൻ്റെ അകത്ത് വരുന്നതാണ് ലൈക്ക് എന്താ റേഞ്ച്, കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്പെർഷൻസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, സോ ഇൻഫറൻഷ്യൽ അനാലിസിസിലാണ് ഹൈപ്പോത്തസിസ്, പ്രോബബിലിറ്റിയുടെ കേസസ് എല്ലാം വരുന്നത്. ഓക്കെ, ഹൈപ്പോത്തസിസ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ളത് ലൈക്ക് വേരിയബിളിന്റെ ഒരു കാറ്റഗറി എങ്ങനെയായിരിക്കും കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതെന്ന്. ലൈക്ക് വേരിയബിളിനെ നമുക്ക്, വേരിയബിൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ലൈക്ക് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും, ലൈക്ക് ഒരു ഹൈറ്റോ വെയിറ്റോ അല്ലെങ്കിൽ ഏജ്, ഇൻകം, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വേരിയബിൾ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്സ് ഉണ്ടായിരിക്കും, ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും. ഓക്കെ, ലൈക്ക് അതില് ക്വാണ്ടിറ്റേറ്റീവ് എങ്ങനത്തെ ആയിരിക്കും, ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുന്നത് എങ്ങനത്തെ ആയിരിക്കും, കാറ്റഗോറിക്കൽ എങ്ങനെയായിരിക്കും, കാറ്റഗറി വൈസ്, അതായത് ഹെയർ കളർ വെച്ചിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ക്യാറ്റ് വെച്ചിട്ടോ അങ്ങനത്തെ സംഭവം കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവിന്റെ അകത്ത് വരുമ്പോഴായിരിക്കും ഹൈറ്റ്, വെയിറ്റ്, സംതിങ് അങ്ങനെ വരും. ഓക്കെ, ദെൻ കാറ്റഗോറിക്കൽ തന്നെ രണ്ട് ടൈപ്സ് ഉണ്ടായിരിക്കും, ഓർഡിനലും ഉണ്ടായിരിക്കും, നോമിനലും ഉണ്ടായിരിക്കും. ഓക്കെ, ഓർഡിനൽ എന്ന് പറയുമ്പോൾ ഓർഡർ അനുസരിച്ചുള്ളത്, നോമിനൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ഓർഡർ ഒന്നുമില്ലാതെ ലൈക്ക് ഹെയർ കളർ, റെഡ്, ബ്ലൂ, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ദെൻ ക്വാണ്ടിറ്റേറ്റീവിന്റെ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവിന്റെ അകത്ത് ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ്, അത് നമ്മൾ +2 പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇറ്റ്സ് വെരി സിമ്പിൾ. ഓക്കെ, ഇതെല്ലാം ഓരോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമ്മൾ മൂവിങ് ഓൺ ടു ദ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിക്കകത്താണ് മീൻ, മീഡിയം, മോഡ് ഒക്കെ വരുന്നത്. ഓക്കെ, മോഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി സിമ്പിൾ. ഇപ്പൊ പറഞ്ഞ പോലെ നമ്മൾ ഗ്രേറ്റസ്റ്റ് ഫ്രീക്വൻസി എത്ര, ഇപ്പൊ നമുക്കൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതാണോ അതായിരിക്കും മോഡ് എന്ന് പറയും. ഓക്കെ, സോ ഇതിലൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പം എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഒരു 40% ബ്ലഡ് ഗ്രൂപ്പ്സ് ആണ്. ഇങ്ങനെ O, A, B അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കഴിയുമ്പോൾ ബ്ലഡ് ഗ്രൂപ്പ് O ഉള്ളത് 16 പേർക്ക്, A ഉള്ളത് 18, അങ്ങനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിന്റെ മോഡ് കണ്ടുപിടിക്കുക. ഏറ്റവും കൂടുതൽ വരുന്നത് A എന്ന് പറയുന്ന ഫ്രീക്വൻസി, അതായത് 18 എന്ന് പറയുന്നതാണ്. അപ്പൊ അതായിരിക്കും മോഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സിംപ്ലി അത് മോഡ് കണ്ടുപിടിക്കാം. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെങ്കിൽ, അതായത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്സ് ഇങ്ങനെ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, സോ ഇത് നമുക്ക് കണ്ടാൽ മനസ്സിലാകും 35 എന്ന് പറയുന്നത് 2 പ്രാവശ്യം റിപ്പീറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 പ്രാവശ്യം റിപ്പീറ്റ് അപ്പ് ചെയ്തിട്ടുണ്ട്. സോ അതായിരിക്കും ഓഫ് കോഴ്സ് നമ്മുടെ മോഡ് എന്ന് പറയും. പക്ഷെ നിങ്ങളുടെ വാല്യൂസ് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കാറ്റഗറൈസ് ചെയ്താ വന്നിരിക്കുന്നെങ്കിൽ, ഇതുപോലെ ഒരു ടേബിളിന്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മോഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അതിൽ L എന്താണ്, F1 എന്താണ്, F0 എന്താണ്, F2 എന്താണ്, H എന്താണെന്നൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ അതില് നിങ്ങൾക്ക് ഇപ്പം L എന്ന് പറയുന്നത് ലോവർ ലിമിറ്റ് ഓഫ് മോഡൽ ക്ലാസ് ആണ്. ഇതിലെല്ലാം മോഡൽ ക്ലാസിന്റെ വെച്ചിട്ടായിരിക്കും വരുന്നത്. മോഡൽ ക്ലാസ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ഈ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടേബിളില് ഇപ്പൊ 10 to 21, 20 to 33, 30 to 45 അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി, അതായത് ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതിനാണോ, അതായത് 1, 3, 5, 4 എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി 5 ആണ് വരുന്നത്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 30 to 40 ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ മോഡൽ ക്ലാസ് എന്ന് പറയുന്നത്. അതിൽ 30 ലോവർ ക്ലാസ്സും 40 എന്ന് പറയുന്നത് ഹയർ ലിമിറ്റ്, അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 30, ഹയർ ലിമിറ്റ് എന്ന് പറയുന്നത് 40 ആയിരിക്കും. ആൻഡ് ഇതിന്റെ അകത്ത് F0യും F2 ഒക്കെ വരുന്നുണ്ട്. അതിൽ F0 പ്രിസൈഡിങ്ങും F2 സക്സീഡിങ്ങും കൊടുത്തിട്ടുണ്ട്. അത് F2 എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ്, ഫ്രീക്വൻസി ഓഫ് ക്ലാസ് സക്സീഡിങ് മോഡൽ ക്ലാസ്. നിങ്ങളുടെ മോഡൽ ക്ലാസ് 30 to 40 ആണ്. അതിന്റെ സക്സീഡിങ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലുള്ളത് 40 to 50 ആയിരിക്കും സക്സീഡിങ്. ആൻഡ് 20 to 30 അതിന്റെ പുറകിലുള്ളത് പ്രിസൈഡിങ് ആയിരിക്കും. സോ അതിനനുസരിച്ചായിരിക്കും ഇവിടെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, അതനുസരിച്ച് നമ്മൾ ഓരോന്ന് എടുത്ത് എഴുതി മോഡ് കണ്ടുപിടിക്കും. സോ ഇങ്ങനെ ഒരു ടേബിൾ വൈസ് ആണ് മോഡ് തരുന്നതെങ്കിൽ ഇങ്ങനെയായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അല്ല ചുമ്മാതെ നമുക്ക് ഇങ്ങനെ തന്നിരിക്കുകയാണെങ്കിലോ ഉണ്ടെങ്കിൽ നമുക്കത് എടുത്ത് എഴുതാവുന്ന, ലൈക്ക് 30, 40, 45 അതിൽ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തുള്ളതാണ് നമുക്ക് എഴുതുന്നത്. ഓക്കെ, ദെൻ മീഡിയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇപ്പം ഒരു സെറ്റ് ഓഫ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഒരു എക്സാമ്പിൾ സെറ്റ് ഓഫ് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മിഡിൽ പോർഷൻ ആയിരിക്കും നിങ്ങൾക്ക് മീഡിയൻ എന്ന് പറയുന്നത്, മിഡിൽ പാർട്ട് ആയിരിക്കും തന്നിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഇസ് 15 ആണെങ്കിൽ 15 എന്ന് പറയുന്ന ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഓക്കെ, ആ ഓഡ് നമ്പറിൽ യൂഷ്വലി നമുക്ക് കണ്ടെത്താൻ പറ്റും അതിന്റെ മിഡിൽ ഫാക്ടർ അല്ലെങ്കിൽ നമ്പർ എന്ന് പറയുന്നത് 23 ആയിരിക്കും. സോ ദാറ്റ് ഇസ് ദി മീഡിയൻ.
വെൻ ഇറ്റ് ഇസ് ഒരു ഈവൻ ആണെങ്കിൽ നമുക്കത് എക്സാക്ട് മിഡിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല. രണ്ട് മിഡിൽ പോർഷൻസ് വരും. സോ അത് രണ്ടും കൂടെ പ്ലസ് ചെയ്തിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ മീഡിയൻ കിട്ടും. ഓക്കെ, ദാറ്റ് സിമ്പിൾ. ഓക്കെ, ദെൻ മീൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ നമുക്കൊരു ഇതുപോലെ ഒരു മാർക്ക് ഇതുപോലെ തന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ആഡപ്പ് ചെയ്തിട്ട് എത്ര എണ്ണം ഉണ്ടോ അല്ലെങ്കിൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ ഡിവൈഡഡ് ബൈ ആ ഒരു നമ്പർ ചെയ്യുക. ദാറ്റ് ഇസ് ദി മീൻ എന്ന് പറയുന്നത്. ഓക്കെ, സിഗ്മ എക്സ് ഐ ഡിവൈഡഡ് ബൈ എൻ എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഇസ് ദ മീൻ. സോ അത് മൂന്നും നിങ്ങൾക്ക് എന്താ പറയാ ഫേസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആയിട്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കുറച്ച് മീനുകൾ, അതായത് അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ. സോ ഇതെല്ലാം ജസ്റ്റ് നിങ്ങൾ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചിട്ട് പോവാം. നിങ്ങൾക്ക് അതിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് എടുത്തെഴുതുക മാത്രമേ ഉള്ളൂ. ലൈക്ക് ഇപ്പൊ ജോമെട്രിക് മീനിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ x1 x2 x3 നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ടായിരിക്കും. സോ അത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് ജിയോമെട്രിക് മീൻ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ റൂട്ട് ഓഫ് x1 x2 x3 ടു അപ് ടു xn. ഓക്കെ, സോ അങ്ങനെ ജസ്റ്റ് മീറ്റപ്പ് ചെയ്താൽ മതി. ഓക്കെ, സോ ഈ ഒരു 3 മീൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ വരുന്നത് ഇതിലധികം മീൻ ഡീവിയേഷൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കണ്ടു വന്നിട്ടില്ല പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊന്നും. ബട്ട് ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇൻ കേസ് ഞാൻ ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ അകത്ത് നമ്മൾ അനുഭവ് എന്ന് പറയുന്ന ഒരാൾ ഇത്രയും സീരീസ് എക്സാം ഇത്രയും മാർക്ക് സ്കോർ അപ്പ് ചെയ്തിട്ടുണ്ട്. സോ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മളിപ്പോ മീൻ കണ്ടു, ആ മീനിൽ നിന്ന് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്തിട്ടാണ് എന്നുള്ള കാര്യമായിട്ട് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മീൻ കണ്ടുപിടിക്കുക. അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡേറ്റയുടെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് ഡിവൈഡഡ് ബൈ എത്ര ഒബ്സർവേഷൻസ് ഉണ്ടോ മീൻ കണ്ടുപിടിക്കുക. അതിൽ മീനിലാണ് 85.4 എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ ഒബ്സർവേഷൻസ് 85, 91, 88, 78, 85 അതിൽ നിന്നെല്ലാം നിങ്ങൾ മൈനസ് ചെയ്യാം. നിങ്ങൾക്ക് കിട്ടിയ മീനിനെ മൈനസ് ചെയ്യാം. 85ൽ നിന്ന് 85.4 മൈനസ് ചെയ്താൽ ഇറ്റ്സ് ഗോയിങ് ടു ബി -0.4. സോ അതെല്ലാം മോഡുലസ് എടുക്കുക. അതായത് മൈനസ് പ്ലസ് അതൊന്നും നിങ്ങൾ മൈനസ് കാര്യമാക്കേണ്ട, ജസ്റ്റ് 0.4 എടുക്കുക. ഓക്കെ, അങ്ങനെ ഓരോ ഒബ്സർവേഷൻസിൽ നിന്ന് നിങ്ങൾ മീനിനെ മൈനസ് ചെയ്യുക. അങ്ങനെ എല്ലാത്തിന്റെയും ഒരു മീൻ ഡീവിയേഷൻ നിങ്ങൾക്ക് കിട്ടും. അതെല്ലാം കൂടെ ആഡപ്പ് ചെയ്യുക. 0.4 + 5.6 അങ്ങനെ ആഡപ്പ് ചെയ്യുക. അതായിരിക്കും നിങ്ങളുടെ മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി മീൻ ഡീവിയേഷൻ. മോസ്റ്റ്ലി കണ്ടിട്ടില്ല, അങ്ങനെ വന്നിട്ടില്ല നിങ്ങൾക്ക് എക്സാമിന്. ബട്ട് ഇൻ കേസ് വന്നാൽ ഓക്കെ. അതേപോലെ തന്നെ റിലേറ്റീവ് ഫ്രീക്വൻസി, ഇതും അത്ര ഇമ്പോർട്ടന്റ് അല്ല. എന്നാലും ലൈക്ക് റിലേറ്റീവ് ഫ്രീക്വൻസി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാവുന്നതേ ഉള്ളൂ. ലൈക്ക് നിങ്ങൾക്ക് ക്ലാസ്സും ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടായിരിക്കും. റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ജസ്റ്റ് ഫ്രീക്വൻസിനെ ആ തന്നിരിക്കുന്ന ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീക്വൻസിയാണ്. ഇവിടെ കണ്ടോ സിഗ്മ എഫ് ഈക്വൽ ടു 30. സോ ദാറ്റ് ഇസ് അങ്ങനെ ഓരോന്നിന്റെയും റിലേറ്റീവ് ഫ്രീക്വൻസി നിങ്ങൾ എടുത്തെഴുതാം. ദാറ്റ് ഇസ് ദ റിലേറ്റീവ് ഫ്രീക്വൻസി. ദെൻ ലാസ്റ്റ് അത് ഫൈനലി ഒന്ന് ആഡപ്പ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അത് എഴുതാം. ഓക്കെ, സോ അതും അങ്ങനെ കണ്ടിട്ടില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിന്റെ അകത്ത്. മെയിൻലി നിങ്ങൾക്ക് മീൻ, മോഡ്, മീഡിയൻ ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ വേരിയൻസ് ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ദെൻ അബ്സല്യൂട്ട് ഫ്രീക്വൻസി ലൈക്ക് സോ ദിസ് ഇസ് ദ നെക്സ്റ്റ് നിങ്ങൾക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ വരുന്നത് റേഞ്ച്, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, റേഞ്ച് വേറെ ഒന്നുമില്ല, ജസ്റ്റ് മാക്സിമം മൈനസ് മിനിമം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും സെറ്റ് ഓഫ് ഡേറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ലൈക്ക് മൈനസ് മിനിമം വാല്യൂ ആയിരിക്കും റേഞ്ച് എന്ന് പറയും. ഓക്കെ, ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് മോസ്റ്റ്ലി നിങ്ങൾക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സോ ദിസ് ഇസ് ഇതായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. അതായത് Q1, Q2, Q3 അത് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കുന്നത്. ക്വാർട്ടൈൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡേറ്റയെ നിങ്ങൾ ആദ്യമേ അസെൻഡിങ് ഓർഡറിലാക്കിയിട്ട് Q1, Q2, Q3 കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങളോട് ഒരു ഫോർ എക്സാമ്പിൾ ഇത് കണ്ടോ, ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ 8,11,20 ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ക്വാർട്ടൈൽസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. Q1, Q2, Q3 ക്വാർട്ടൈലും ഇന്റർ ക്വാർട്ടൈൽ റേഞ്ചും കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്വാർട്ടൈലിന്റെ അകത്ത് ഇപ്പം ഫസ്റ്റ്ലി നിങ്ങൾക്ക് ആ കിട്ടിയ ഡേറ്റ സെറ്റിന് നിങ്ങൾ ആദ്യമേ അസെൻഡിങ് ഓർഡറിലേക്ക് ആക്കുക. അസെൻഡിങ് ഓർഡറിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ Q1ഉം Q2ഉം Q3യും കണ്ടുപിടിക്കുക. ഓക്കെ,
n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. സോ n+1/4th ടേം എന്നാണ്, അതായത് 4th ഐറ്റം ഓഫ് ടേം, അതായിരിക്കും Q1 എന്ന് പറയുന്നത്. ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ ഇതിന്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ Q1 എന്ന് പറയുന്നത് 3.25th ടേം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ അങ്ങനെ വരുമ്പം ഡെസിമൽ നമ്പേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ തേർഡും ഫോർത്തും നമ്മൾ എടുത്തിട്ട് അതിന്റെ ആവറേജ് എടുക്കും. ഓക്കെ, അങ്ങനെ Q1 എന്ന് പറയുന്നത് 7 കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയായിരിക്കും നിങ്ങൾക്ക് Q1, Q2, Q3 എന്ന് പറയുന്ന ക്വാർട്ടൈൽസ് കിട്ടുന്നത്. ഓക്കെ, ഇന്റർ ക്വാർട്ടൈൽ, അതായത് Q1ഉം Q2ഉം Q3യും എന്ന് പറയുന്നത് ഇതിന്റെ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ക്വാർട്ടൈൽ Q1 75% ആയിരിക്കും കാണിക്കുന്നത്, Q2 50%, Q3 എന്ന് പറയുന്നത് 25% ആണ്. സോ അങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവണം, അതായത് 75th അല്ലെങ്കിൽ 75th ക്വാർട്ടൈൽ അല്ലെങ്കിൽ 75% ക്വാർട്ടൈൽ എന്ന് ചോദിച്ചാലും Q1 ആണ് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ 25th ക്വാർട്ടൈൽ എന്ന് ചോദിച്ചാൽ Q3 ആണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഓക്കെ, 50th ക്വാർട്ടൈൽ എന്ന് വെച്ചാൽ Q2 ആണെന്ന് മനസ്സിലാവും. സോ ദാറ്റ് ഈസ് അബൌട്ട് ഇന്റർ ക്വാർട്ടൈൽ റേഞ്ച് അല്ലെങ്കിൽ അങ്ങനത്തെ ക്വാർട്ടൈൽസിന്റെ കാര്യം. ദെൻ നിങ്ങൾക്ക് വരുന്നത് ഡീവിയേഷനും വേരിയൻസും ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. സോ നമ്മൾ പ്ലസ് ടുവിലും 10th നമ്മൾ നോക്കിയിട്ടുള്ളതാണ്, ലൈക് വേരിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. ഇതിന്റെ അകത്ത് വരുമ്പം നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് ചോദിക്കാം, അതായത് പോപ്പുലേഷനും സാമ്പിളും ചോദിക്കാം. ഓക്കെ, അതായത് സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ കണ്ട ഈ ഒരു ചുമ്മാ ജസ്റ്റ് നമ്പേഴ്സ് വരെ 8, 11, 20, അതിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. സാമ്പിൾ വരുമ്പം ഒറ്റ കാര്യമുള്ളൂ, വേരിയൻസ് വരുമ്പോൾ വേറെ ഒന്നുമില്ല, വേരിയൻസിന് സെയിം ഇക്വേഷൻ തന്നെ ബട്ട് ഡിവൈഡഡ് ബൈ n-1 എന്ന് വരും. ഓക്കെ, സാമ്പിളിന്റെ കേസിൽ. ബട്ട് ഇൻ കേസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാല് എവറി സെറ്റ് ഹാവ് എ സിംഗിൾ വാല്യൂ. ഓരോന്നിനും ഓരോ വാല്യൂസ് ഉണ്ടായി. ഫോർ എക്സാമ്പിൾ x1, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിൽ x1 = 5, x2 = 8, x3 = 5, അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് അറേഞ്ച് അപ്പ് ചെയ്ത് തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് വേരിയൻസോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷൻ ഡിവൈഡഡ് ബൈ n ആണ് വേണ്ടത്. അല്ല ഇൻ കേസ് നിങ്ങളോട് ഇങ്ങനെ 8, 10, 11 എന്ന് സാമ്പിൾ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ യു ഷുഡ് അറ്റൻഡ് വേരിയൻസ് ആസ് ഡിവൈഡഡ് ബൈ n-1. ഓക്കെ, സോ അങ്ങനെ വേണത് ഒന്ന് നിങ്ങൾ തന്നെ തിങ്കപ്പ് ചെയ്യണം, ഇത് ഏതാണ്, പോപ്പുലേഷൻ ആണോ സാമ്പിൾ ആണോ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ തന്നെ അതിൽ നിന്ന് കണ്ടുപിടിച്ചിട്ട് വേരിയൻസും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എഴുതാം. ഓക്കെ, അതില് വേരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ആദ്യമേ നിങ്ങൾക്ക് ഇപ്പം 3, 8, 5 ആണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ആദ്യമേ മീൻ കണ്ടുപിടിക്കാം. മ്യൂ എന്ന് പറയുന്നതും എക്സ് ബാർ എന്ന് പറയുന്നതും മീൻ ആണ്. നമ്മൾ കണ്ടുപിടിച്ച മീൻ ലൈക്ക് എല്ലാം ആഡ് ചെയ്യുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. ഓക്കെ, സോ എന്നിട്ട് ഓരോ ഒബ്സർവേഷൻസിൽ നിന്നും നിങ്ങളത് മൈനസ് ചെയ്യുക, എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കുക, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്പെർഷൻസ്. സോ ഇത് യൂഷ്വലി അങ്ങനെ നിങ്ങൾക്ക് ചോദിച്ചതായിട്ട് ഇല്ല, ലൈക്ക് എന്ന് വെച്ചാൽ പ്രോബ്ലം ആയിട്ട് ചോദിച്ചില്ല. ഇൻ കേസ് ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഇത് വേണമെങ്കിൽ ചോദിക്കാം, വാട്ട് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്പെർഷൻ. അതായത് കോഎഫിഷ്യന്റ് ഓഫ് ഡിസ്പെർഷന്റെ അകത്ത് വരുന്ന ടേംസുകളാണ് റേഞ്ച്, ക്വാർട്ടൈൽ ഡീവിയേഷൻ, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ. അതായത് ഈ റേഞ്ച് എല്ലാം നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം മൈനസ് മിനിമം ആയിരുന്നു റേഞ്ച് എന്ന്. ബട്ട് ഡിസ്പേർഷന്റെ അകത്ത് വരുമ്പം ഡിസ്പേർഷൻ എന്നൊരു ടേം അതിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്പേർഷൻ ഓഫ് റേഞ്ച് എങ്ങാനും കാണുവാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ആയിരിക്കും നിങ്ങൾ അതിന്റെ അകത്ത് യൂസ് അപ്പ് ചെയ്യുന്നത്. സോ മോസ്റ്റ്ലി ഇത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിച്ചിട്ടില്ല. ഇൻ കേസ് വരുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ട് പോയത്. ഓക്കെ, അതിന്റെ ഇക്വേഷൻസ് എല്ലാം ലൈക്ക് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഒരു അസോസിയേഷൻ ഓഫ് 2 വേരിയബിൾസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അതായത് എത്രമാത്രം 2 വേരിയബിൾസ് തമ്മിൽ നമുക്ക് ഇപ്പം ഇൻ കേസ് അതൊരു ഡിസ്ക്രീറ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാ സെറ്റ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് വാല്യൂസ് നമുക്ക് എടുത്ത് എഴുതാം, അത് കൗണ്ട് അപ്പ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ അടുത്ത് പറയുന്നത്. ഓക്കെ, സോ അതില് കണ്ടിജൻസി ടേബിൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. ഇത്രയും ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇപ്പൊ എടുത്ത് എഴുതിയതാണ്. ലൈക്ക് ഇത്രേന്റെ കാര്യമില്ല, ജസ്റ്റ് ഷോർട്ട് അപ്പ് ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അകത്ത് 4 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. സോ അതില് യൂഷ്വലി നിങ്ങളോട് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലെല്ലാം ചോദിച്ചിരിക്കുന്നത് പിയേഴ്സൺസ് കൈ സ്ക്വയറും ക്രാമേഴ്സ് വി റൂളും ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതില് കണ്ടിജൻസി കോഎഫിഷ്യന്റും റിലേറ്റീവ് റിസ്ക് ആൻഡ് ഓഡ് റേഷ്യോസ് ചോദിക്കുവാണെങ്കിൽ മാത്രം ജസ്റ്റ് ബ്രഷ് അപ്പ് ചെയ്ത് പോവാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പിയേഴ്സൺസ് കൈ സ്ക്വയറും ക്രാമേഴ്സ് വി റൂളും ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ,
സോ അതിൽ പിയേഴ്സൺസ് കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്കില് മോസ്റ്റ്ലി അതിൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല. ക്വസ്റ്റ്യൻസ് ഇൻ കേസ് എനിക്ക് ചോദിക്കുവാണെങ്കിൽ ആ ഒരു ഇക്വേഷൻ ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, സോ അതിൽ കൈ സ്ക്വയറിൽ chi-square എന്ന് പറയുന്നത് which is used to measure the association, ഈ പറയുന്ന association between the variables in a contingency table. Contingency table എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇതൊരു 2x2 contingency table ആണ്. അതിങ്ങനെയാണ് വരുന്നത്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ x1 x2 ആൻഡ് ഹിയർ വി ഹാവ് y1 y2, അതിൽ എ ബി സി ഡി എന്ന് പറയുന്നുണ്ടായിരിക്കും. സോ എ ബി സി ഡി ഒക്കെ എന്തിനാന്ന് വെച്ചാൽ ലൈക്ക് ഇവിടെ നമ്മൾ ഒരു സിമ്പിൾ ഫോമിലായിട്ട് എഴുതുമ്പം ഇത് സിമിലർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇതില് മോസ്റ്റ്ലി നമ്മൾ നോക്കുന്നത് അസോസിയേഷൻ ഓഫ് ടു വേരിയബിൾസ് ആണ്. അത് ഒന്ന് എന്താ പറയാ സ്ട്രോങ്സ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ കൈ സ്ക്വയറും അതേപോലെ ക്രാമേഴ്സ് വി റൂൾസും ഒക്കെ. ഓക്കെ, സോ അത് എത്രമാത്രം സ്ട്രോങ്ങർ ആണ് ആ അസോസിയേഷൻ ഓഫ് വേരിയബിൾസ് ബിറ്റ്വീൻ ലൈക് ടു വേരിയബിൾസ് എത്രമാത്രം സ്ട്രോങ്ങർ ആണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഐഡിയാസ് നമ്മൾ കൊണ്ടുവരുന്നത്. സോ നിങ്ങൾ ഇത് തിയറി ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് എന്താണ് കൈ സ്ക്വയർ സ്റ്റാറ്റിസ്റ്റിക്, അതിന്റെ ഇക്വേഷൻ സിംപ്ലർ ആയിട്ട് കണ്ടിജൻസി ടേബിൾ 2x2 ആണ് എഴുതെങ്കിൽ അതിന്റെ ഒരു ഇക്വേഷൻ, ആ ഇക്വേഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് ബോക്സിലാക്കി ഇടാൻ നോക്കാം. ഒന്ന് എന്താ പറയാ കുറച്ച് മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബോക്സിലിട്ട് വെക്കാവുന്നതാണ്. ഓക്കെ, ദെൻ അതിൽ ജസ്റ്റ് ഒരു ഐഡിയ ഈ അതിൻ്റെ അകത്ത് പറയുന്ന പോലെ തന്നെ എന്തുകൊണ്ടാണ് കൈ സ്ക്വയർ കോഎഫിഷ്യൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒരു 2 പോയിന്റ്സിൽ ജസ്റ്റ് എഴുതി വെക്കാം. ഓക്കെ, സോ അതായിരിക്കും പിയേഴ്സൺ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് അബൌട്ട് പിയേഴ്സൺ കൈ സ്ക്വയർ എന്ന് ചോദിക്കുമ്പോൾ. ഓക്കെ, ആൻഡ് ക്രാമേഴ്സ് വി സ്റ്റാറ്റിസ്റ്റിക്കില് ജസ്റ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ക്രാമേഴ്സ് വി സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അത് നമ്മളൊരു ഡിഫിക്കൽട്ടി ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പിയേഴ്സൺ കൈ സ്ക്വയറിന്റെ ഒരു ഡിഫിക്കൽട്ടി, അതായത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സാമ്പിൾ സൈസ് ആൻഡ് സൈസ് ഓഫ് ദ കണ്ടിജൻസി ടേബിൾ, അതുകൊണ്ട് അത് വേരി ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടായിരിക്കും. അതൊന്ന് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ക്രാമേഴ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ക്രാമേഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് ഗോയിങ് ടു ബി റൂട്ട് ഓഫ് കൈ സ്ക്വയർ ബൈ n ഇൻറ്റു മിനിമം ഓഫ് k ഇൻറ്റു എൽ മൈനസ് 1 എന്ന് പറയുന്നത്. കെയും എൽ എന്ന് പറയുന്നത് നമ്മുടെ റോ ആൻഡ് കോളംസ് ആണ്, ഒരു ടേബിളിലെ റോ ആൻഡ് കോളംസ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ക്രാമേഴ്സ്. ഇത് ജസ്റ്റ് ബ്രഷ് അപ്പ് ചെയ്ത് പോവുക. ഇത് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻറ്റ് ലൈക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല, ബട്ട് ഇക്വേഷൻ വൈസ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്ത് പോവാ കേട്ടോ. ദെൻ അതിന്റെ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ്, നിങ്ങൾക്ക് റെഫർ തന്നിരിക്കുന്ന ടെക്സ്റ്റ്, അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്ന ടെക്സ്റ്റ് ആണ്. ഓൾറെഡി അതിൻ്റെ അകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, പക്ഷെ ഇതേപോലെ തന്നെ A to H ഒന്നും ചോദിച്ചിട്ടില്ല, ലൈക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചിട്ടില്ല. ബട്ട് അതിനെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അരിത്തമെറ്റിക് മീനും മീഡിയവും കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ക്വാർട്ടൈൽ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, തേർഡ് ക്വാർട്ടൈൽ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്, അങ്ങനത്തെ. ഓക്കെ, അതൊരു ആ ടെക്സ്റ്റിൽ നിന്നായിരിക്കും മോസ്റ്റ്ലി വരുന്നത്. ഒരു ടെക്സ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്തിട്ടുണ്ട്, ആ ടെക്സ്റ്റിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് മോസ്റ്റ്ലി വരുന്നത്. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻസ് വരെ വരാനുള്ള ചാൻസ് ഉണ്ട്, വന്നിട്ടുമുണ്ട്. ഓക്കെ, സോ അതിന്ന് എടുത്താണ്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി. സോ പ്രോബബിലിറ്റി ഞാൻ പറഞ്ഞായിരുന്നു, ലൈക്ക് ഇപ്പോൾ ക്വസ്റ്റ്യൻസിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഇപ്പൊ മീനും മീഡിയം ഒക്കെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും, ഓർ വരുന്ന പ്രോബബിലിറ്റി ആയിരിക്കും. പ്രോബബിലിറ്റിയിൽ യൂഷ്വലി നിങ്ങൾക്ക് അറിയാം, പ്രോബബിലിറ്റി എന്ന് പറയുന്നത് പോസിബിലിറ്റി ആണ്, എന്തോ ഒന്ന് സംതിങ് ഹാപ്പനിങ് ചെയ്യുന്നതിന്റെ പോസിബിലിറ്റി ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങളോട് കോയിൻ ഒക്കെ ട്വൈസ് ആയിട്ട് ടോസ് ചെയ്യാനൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന സാമ്പിൾ സ്പേസ് ഒക്കെ നിങ്ങൾക്ക് അറിയാതെല്ലാം നിങ്ങൾ 10th പ്രോബബിലിറ്റി പഠിച്ചിട്ടുണ്ട്, ലൈക്ക് 12th ഉണ്ടായിരുന്നു. സോ അതെല്ലാമാണ് വരുന്ന പ്രോബബിലിറ്റിക്കകത്ത് മെയിൻ ആയിട്ട്. ഓക്കെ, നിങ്ങൾക്ക് അറിയാം ഡിസ്ക്രീറ്റ് ഉണ്ട്, കണ്ടിന്യൂസ് ഉണ്ട്. മെയിൻലി ഇതിന്റെ അകത്ത് വരുന്നത് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഇത് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ, ജിയോമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ, ആ ടൈപ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടില്ല, തിയറി ആയിട്ടായിരിക്കും മോസ്റ്റ്ലി വരുന്നത്. വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് ചോദിക്കാം. ഓക്കെ, അതിന്റെ വേറെ ഒന്നുമില്ല, അതിന്റെ അകത്ത് ജസ്റ്റ് ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ, ജിയോമെട്രിക് ബൈനോമിയൽ പോയിസൺസ് എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു 2 മാർക്സ് കിട്ടും. അങ്ങനെയായിരിക്കും സ്കീം വരുന്നത്. ആൻഡ് ബെർണോളി ഡിസ്ട്രിബ്യൂഷന്റെ ഇക്വേഷൻ, അതായത് ഈ പി ഓഫ് എക്സ്, അതായത് ഫോർ എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ പി, എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ 1 മൈനസ് പി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാല്യൂസ് വരുന്നെങ്കിൽ അറ്റ് ദാറ്റ് ടൈം പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ ഒരു ഇക്വേഷനും ജസ്റ്റ് വാട്ട് ഈസ് ബെർണോളി റാൻഡം, എങ്ങനെയാണത് ഗീവൺ അപ്പ് ചെയ്യുന്നതെന്നുള്ള ഈ ഒരു സംഭവം കൂടെ എഴുതി കഴിഞ്ഞാൽ, അങ്ങനെ എല്ലാ ഡിസ്ട്രിബ്യൂഷന്റെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക്
യു വിൽ ഗെറ്റ് ദ ഫുൾ മാർക്സ്. ഓക്കെ, അങ്ങനെ ആയിരിക്കും നമ്മൾ സ്കീം ഇടുന്നത്. ഓക്കെ, സോ ഈ 4 ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ് ആയിരിക്കും. ഇതൊന്ന് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്ത് പോവാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇതും അതേപോലെ തന്നെ നിങ്ങൾക്കൊരു സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട്. കണ്ടിന്യൂസ് ഇതെന്ന് പറയുന്നത് ഡിസ്ക്രീറ്റ് ആണ്. ഇനി വരുന്നത് കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പോണൻഷ്യൽ. ഇതുണ്ട്, ഗ്രാഫ്സ് ഒക്കെ കണ്ടോ? ഇതില് ഗ്രാഫ് ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രാഫും കൂടെ വരയ്ക്കാം. ഓക്കെ, ഇക്വേഷൻസ് ആൻഡ് ഗ്രാഫും കൂടെ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ മാർക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, നോർമൽ ലൈക് എക്സ്പോണൻഷ്യൽ നിങ്ങൾക്ക് അറിയാം, എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആയിട്ടുള്ള സംഭവമായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഈ 2 ഡിസ്ട്രിബ്യൂഷൻസ് ആയിരിക്കും കണ്ടിന്യൂസിന്റെ അകത്ത് വരുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ആണ്. ഓക്കെ, അതിൽ മെയിൻലി വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ഹൈപ്പോത്തസിസില് വാട്ട് ഈസ് ഹൈപ്പോത്തസിസ് എന്ന് ചോദിക്കാം. ജസ്റ്റ് ഡെഫിനിഷൻ എന്താന്ന് അറിഞ്ഞിരിക്കുക. അതായത് ഇറ്റ്സ് ആൻ അസംപ്ഷൻ. ഓക്കെ, ഒരു പാരാമീറ്റർ ഇപ്പൊ ഒരു പോപ്പുലേഷനെ എടുത്തു വെക്കുകയാണെങ്കിൽ ഒരു അസംപ്ഷൻ ആണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇതായിരിക്കും നിങ്ങൾക്ക് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇസഡ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിന്റെ ഫോർമുല. അതായത് എക്സ് ബാർ നമുക്കറിയാം നിങ്ങളുടെ മീൻ, മ്യൂ0 എന്ന് പറയുന്ന പോപ്പുലേഷന്റെ മീൻ ആയിരിക്കും. എക്സ് ബാർ എന്ന് പറയുന്നത് സാമ്പിളിന്റെ മീനും മ്യൂ0 എന്ന് പറയുന്നത് പോപ്പുലേഷന്റെ മീനും ആയിരിക്കും. ഓക്കെ, ദെൻ സിഗ്മ, ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും, ദെൻ എൻ എന്ന് പറയുന്നത് സാമ്പിൾ സൈസ് ആയിരിക്കും. ഈ രണ്ട് നിങ്ങൾക്ക് ഏത് എന്താ പറയാ ഹൈപ്പോത്തസിസിന്റെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങൾ ഫസ്റ്റ് ഒരു നൾ ഹൈപ്പോത്തസിസും ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസും മേജർ ആയിട്ട് 2 കാണും. ഓക്കെ, സോ അതില് നൾ ഹൈപ്പോത്തസിസ് അത് നിങ്ങൾ എടുക്കുന്ന രീതി അനുസരിച്ചായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, സോ ഇതുണ്ട് ഒരു എക്സാമ്പിൾ ഇതിന്റെ അകത്ത്. ഇതിലൊരു കോർട്ട് റൂമില് ഒരു പേഴ്സൺ ഗിൽറ്റി ആണോ അല്ലെങ്കിൽ ഗിൽറ്റി അല്ല എന്നുള്ള 2 കൺസെപ്റ്റ് വരുവാണ്. ഓക്കെ, അതിൽ നമ്മളൊരു നൾ ഹൈപ്പോത്തസിസ് എടുക്കും, ഒരു ഓൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എടുക്കും. ഇയാള് ഗിൽറ്റി അല്ല എന്നൊരാള് അസ്യൂം ചെയ്യും, ഇയാൾ ഗിൽറ്റി ആണ് എന്നുള്ളത് വേറൊരാള് അസ്യൂം ചെയ്യും. അതിനാണ് നള്ളും ഓൾട്ടർനേറ്റും പറയുന്നത്. ഓക്കെ, 2 പോസിബിലിറ്റീസാ. ഒന്നെങ്കിൽ ഇയാൾ കുറ്റം ചെയ്തിട്ടുണ്ടായിരിക്കും, ഇല്ലെങ്കിൽ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് 2 ഹൈപ്പോത്തസിസ് നമ്മൾ എടുക്കും. അതിനാണ് നമ്മൾ നള്ളും ഓൾട്ടർനേറ്റീവും. ഇപ്പൊ ഞാൻ എടുക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റൊരാൾ എടുക്കുന്നത്. ഇപ്പൊ ഞാൻ നള്ള് എടുക്കുന്നത് ഹീസ് നോട്ട് ഗിൽറ്റി എന്നാണെങ്കിൽ വേറെ ഒരാൾ എടുക്കുന്നത് ഹീസ് ഗിൽറ്റി എന്നായിരിക്കും നള്ള് എടുക്കുന്നത്. സോ അത് നമ്മള് ഇത് വെച്ച് തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് ആൻസർ അപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ. ഓക്കെ, സോ ഇങ്ങനെ നള്ളും ഓൾട്ടർനേറ്റീവും കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് 2 ടെസ്റ്റിംഗ് ആയിരിക്കും വരുന്നത്. അതായത് ഇതില് 2 എറേഴ്സ് ആയിരിക്കും വരുന്നത്. ഇപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിൽ വരുന്ന എറേഴ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതായിരിക്കും. ഓക്കെ, 2 എറേഴ്സ് ആയിരിക്കും വരുന്നത്. ടൈപ്പ് 1 എററും ടൈപ്പ് 2 എററും ആയിരിക്കും. ടൈപ്പ് 1 എറർ വരുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ നൾ ഹൈപ്പോത്തസിസിനെ റിജക്ട് ചെയ്യാണ് വെൻ ഇറ്റ് ഈസ് ട്രൂ. അത് ശരിയാണെങ്കിലും അതിനെ റിജക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു എറർ വരും. അത് നമ്മൾ ഒന്ന് കൺസെപ്റ്റ് വൈസ് നോക്കിയാൽ തെറ്റാണല്ലോ എന്ന് നമുക്ക് തോന്നും. ഓക്കെ, അത് ട്രൂ ആണെങ്കിലും അതിനെ റിജക്ട് ചെയ്യുമ്പോഴാണ് ടൈപ്പ് 1 എറർ കാണിക്കുന്നത്. ടൈപ്പ് 2 എറർ എന്ന് പറയുന്നത് അക്സെപ്റ്റിംഗ് എ നൾ ഹൈപ്പോത്തസിസ് വെൻ ഇറ്റ് ഇസ് ഫോൾസ്. ഒന്നങ്ങനെയാണെങ്കിൽ ഒന്നിങ്ങനെയായിരിക്കും. ലൈക്ക് ടൈപ്പ് 1ഉം ടൈപ്പ് 2 എററും ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, സോ 2 ടൈപ്സ് ഓഫ് എറേഴ്സ് ആയിരിക്കും വരുന്നത്. ദെൻ നിങ്ങളോട് ചോദിക്കുന്ന ലിമിറ്റേഷൻസ് ചോദിക്കാം. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗിന്റെ ലിമിറ്റേഷൻസ് വേണമെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ പോയിന്റ്സ് ആയിട്ട് തന്നെ എഴുതുവാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഫൈൻ. ഓക്കെ, സോ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ ലിങ്ക് ഷെയർ അപ്പ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു എക്സാമ്പിൾ ആണ്. സോ ഇത് നോക്കാം. ഇതും ഞാൻ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത ഒരു എക്സാമ്പിൾ ആണ്. ഇതും ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്തിട്ട് നോക്കിയിട്ട് പോവാ. ഓക്കെ, so that is about the first module. Okay, then we can move to the second module. Second module theory wise ആയിരിക്കും. ഓക്കെ, തിയറി ആയിരിക്കും മോസ്റ്റ്ലി വരുന്നത്. സോ ഫസ്റ്റ് മോഡ്യൂൾ സെക്കൻഡ് മോഡ്യൂൾ ഒക്കെ നിങ്ങൾ ശരിക്കും ഒന്ന് അറ്റൻഡ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 40 മാർക്സ് ഓൾറെഡി. പേജ് മാറുന്നില്ല മിസ്സേ. ഓക്കെ ഓക്കെ, പ്ലീസ് വെയിറ്റ്. ഇപ്പൊ കാണാവോ? ഇപ്പൊ വരുന്നുണ്ടോ? ഇല്ല മിസ്സേ, മാറിയിട്ടില്ല. മാറിയിട്ടില്ല.
ഇപ്പോഴോ? ഇല്ല മിസ്സേ, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് തന്നെ കിടക്കും അത്. ഓക്കെ ഓക്കെ. ഷെയ്ഡ് അല്ലേ? അതെ മിസ്സേ, കാണുന്നു. ഓക്കെ ഓക്കെ. നൗ വി മൂവ് ഓൺ ടു ദ മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 അത്ര പ്രോബ്ലമാറ്റിക് ഒന്നുമില്ല, ജസ്റ്റ് തിയററ്റിക്കൽ ഉള്ളൂ. അതിലും നിങ്ങൾക്ക് ബേസിക്കലി ചോദിക്കാവുന്ന ഇത്രയേ ഉള്ളൂ, ഇത്രയും നിങ്ങൾക്ക് സിലബസ് ഉള്ളൂ. അപ്പൊ ഇതിൽ നിന്ന് മോസ്റ്റ്ലി ചോദിക്കുന്നത്, എപ്പോഴും ചോദിക്കുന്നത് ഈ ഡാറ്റ അനലിറ്റിക്സിന്റെ ലൈഫ് സൈക്കിൾ ആണ്. അതേപോലെ തന്നെ അനലിറ്റിക്കൽ മോഡൽ റിക്വയർമെന്റ്സ്, അനലിറ്റിക്സിന്റെ പ്രോസസ് മോഡൽ, ഈ മോഡലും അതേപോലെ ലൈഫ് സൈക്കിൾ ഓവർവ്യൂവും ആണ് മോസ്റ്റ്ലി ചോദിക്കുന്നത്. അതെന്തായാലും ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതേപോലെ തന്നെ ഡേറ്റ കളക്ഷൻസ്, ഡേറ്റ കളക്ഷൻ, സാമ്പിളിംഗ്, പ്രീ പ്രോസസ്സിംഗ്, ആ ഒരു ടൈപ്സിൽ നിങ്ങൾക്ക് 3 മാർക്സിനും അതേപോലെ തന്നെ ഓർ ക്വസ്റ്റ്യൻ ആയിട്ട് അതായിരിക്കും വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ യൂഷ്വലി നോക്കേണ്ടത് ലൈഫ് സൈക്കിൾ ആൻഡ് പ്രോസസ് മോഡൽ ആയിരിക്കും നോക്കേണ്ടത്. ഓക്കെ, സോ അതിൽ വേറെ നമുക്ക് എന്താ വളരെ സിമ്പിൾ ആയിരിക്കും അതിൻ്റെ അകത്ത്. പ്ലീസ് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, സോ അത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി പോകാം. ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും അതിൻ്റെ അടുത്ത് പറയുന്നത്. ദെൻ ദിസ് ഇസ് ദ അനലിറ്റിക് മോഡൽ. ഓക്കെ, ഇത് ഇമ്പോർട്ടൻറ്റ് ഇതായിരിക്കും, ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. ലൈക്ക് വേറെ ഒന്നും ഈ സെക്കൻഡ് മോഡ്യൂളിൽ നിന്ന് ചോദിക്കാനായിട്ട്. ഹലോ, കേക്കാവോ? ഹലോ, യെസ് മാം. ഓക്കെ, കേക്കാവോ? കേക്കാം. ഓക്കെ, ഹാവിങ് സം ഇഷ്യൂസ്, ലാപ്ടോപ്പിന് കുറച്ച് ഇഷ്യൂ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഷെയർ ചെയ്യാവേ സ്ക്രീൻ. ഷെയർ സ്ക്രീൻ അലൗഡ് അല്ലല്ലോ കാണിക്കുന്നത്, എന്ത് പറ്റി? മാം ഒരു മിനിറ്റ്, ഞാൻ ആക്സസ് തരാം. ഓക്കെ ഓക്കെ. മാം ഇപ്പൊ ട്രൈ ചെയ്തേ. ഷെയർഡ് അല്ലേ കാണാൻ മേലെ? യെസ് മാം.
ഓക്കെ. സോ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് അനലിറ്റിക്സ് പ്രോസസ് മോഡൽ എന്തായാലും ചോദിക്കും. ദിസ് ഫിഗർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഈ ഫിഗർ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഹാഫ് മാർക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ അനലിറ്റിക്സ് പ്രോസസ് മോഡലിൻ്റെ അകത്ത് ഇതെങ്ങനെയാണ് പ്രോസസ്സപ്പ് ചെയ്യുന്നത്, അതായത് ഒരു മോഡൽ പ്രോസസ്സപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യു ഹാവ് എ സോഴ്സ് ഓഫ് ഡേറ്റ. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഒരു സോഴ്സ് ഓഫ് ഡേറ്റ ഉണ്ടായിരിക്കും. ആൻഡ് ആ ഡേറ്റേനെ നിങ്ങൾ ഒന്ന് ജസ്റ്റ് മൈനിങ് ചെയ്യും. മൈനിങ് ചെയ്യുമ്പോൾ യു ഗോട്ട് ഡേറ്റ സെലക്ഷൻ. അവിടെ ഒരു ഡേറ്റ സെലക്ഷനാണ് നടക്കുന്നത്. മൈനിങ് എന്ന് പറഞ്ഞാൽ സെലക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ആ ഡേറ്റ സെലക്ട് ചെയ്തതിനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ അപ്പ് ചെയ്യും. അതായത് പ്രീ പ്രോസസ്ഡ് ഡേറ്റ നിങ്ങൾക്ക് വേണ്ടത് അതിൽ നിന്നും വീണ്ടും ഒന്ന് പെക്യുലർ ആയിട്ട് ഒന്ന് സെലക്ട് അപ്പ് ചെയ്യുന്നതാണ് ഡേറ്റ ക്ലീനിങ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്ത് കിട്ടിയ ടൈപ്പ് ഓഫ് ഡേറ്റയാണ്. അത് ഇൻ കേസ് ഓഫ് ന്യൂമറിക്കൽ ആകാം, ഓർ ബിന്നിങ് ടൈപ്പ് ആകാം, എന്ത് ടൈപ്പ് വേണമെങ്കിലും ആകാം. ദെൻ യു ആർ മേക്കിംഗ് ഇറ്റ് ആസ് എ പാറ്റേൺസ്. ഒരു നിങ്ങളുടെ കയ്യിൽ കുറേ ഇതൊരു ഡേറ്റ അനലിസ്റ്റിന്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഉള്ള ഒരു പ്രോസസ്സാണ് ഈ പറയുന്നത്. ഓക്കെ, അത് അവരുടെ കയ്യിൽ കുറേ അൽഗോരിതംസ് ഉണ്ടായിരിക്കും. സോ അതെല്ലാം വെച്ചിട്ട് ആ പാറ്റേൺസ് ആക്കുകയോ അല്ലെങ്കിൽ ക്ലസ്റ്റേഴ്സ് ആക്കുക, എങ്ങനെ വേണമെങ്കിലും അത് അവർ അതിനെ ഒന്ന് അനാലിസിസ് ചെയ്ത് അതിൽ നിന്നൊരു ഇന്റർപ്രിട്ടേഷൻ, അതായത് എന്തായിരിക്കും ഫൈനൽ റിസൾട്ട്, അല്ലെങ്കിൽ ഈ ഡേറ്റ വെച്ചിട്ട് എങ്ങനെയായിരിക്കും അനാലിസിസ് നടത്തുന്നത് എന്നുള്ള കാര്യമായിരിക്കും ഇത്രയും സ്റ്റെപ്സിൻ്റെ അകത്ത് പഠിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫിഗർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഫിഗർ നല്ലപോലെ പഠിച്ചിടുക. സെക്കൻഡ് മൊഡ്യൂൾ നിങ്ങൾ ഫുള്ള് ആയിട്ട് എന്തായാലും പഠിച്ചിട്ട് വേണം. സോ അതിൽ നിന്ന് എന്തായാലും 20 മാർക്സ് നിങ്ങൾ സ്കോർ അപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ബിക്കോസ് അതിൽ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന 4 ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. ഒന്ന് പ്രോസസ് മോഡൽ, മറ്റേത് ലൈഫ് സൈക്കിൾ എന്തായാലും ചോദിക്കും. ദെൻ അനലിറ്റിക്കൽ മോഡലിന്റെ റിക്വയർമെന്റ് ചോദിക്കാം. അതേപോലെ സാമ്പിളിംഗ്, ഡേറ്റ കളക്ഷൻസിന്റെ ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ വെരി ഇമ്പോർട്ടൻറ്റ്, എന്തായാലും ചോദിക്കും. സോ ഇത്രയും പാർട്ടേ ഉള്ളൂ. അപ്പം 20 മാർക്സ് എന്തായാലും നോക്കാം. ഓക്കെ, ദെൻ അതിന്റെ എന്താ പറയാ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അതിന്റെ എങ്ങനെയാണത് പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അനലിറ്റിക്കൽ മോഡലിന്റെ റിക്വയർമെന്റ്. ഇതെല്ലാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രോസസ് മോഡലിൽ തന്നെ എഴുതാവുന്ന, ഇല്ല നിങ്ങളോട് എക്സ്ട്രാ ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. സോ അനലിറ്റിക് മോഡലിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ആപ്ലിക്കേഷൻ ഏരിയനെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അത് വരുന്നത്. ഓക്കെ, സോ ബിസിനസ് റെലവൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പെർഫോമൻസ്, ഇന്റർപ്രിറ്റബിലിറ്റി ആൻഡ് ഒരു അതിന്റെ കോസ്റ്റ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതെങ്ങനെയായിരിക്കും എഫക്റ്റീവ് ആകുന്നത്, അങ്ങനത്തെ ഉള്ള ആയിരിക്കും റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഓരോ ആപ്ലിക്കേഷനെയും വെച്ച് മാറിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഉള്ളത് ജസ്റ്റ് അനലിറ്റിക്കൽ മോഡലിലെ റിക്വയർമെന്റ്സ് ചോദിക്കുമ്പോൾ ജസ്റ്റ് 6.7 പോയിന്റ്സ് ആയിട്ട് എഴുതാം. ഓക്കെ, സോ അതിൽ കുറച്ച് റെഗുലേഷൻസ് ഉണ്ടായിരിക്കും, കുറച്ച് എന്താ പറയുക, ഓരോ റെഗുലേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ലോ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അങ്ങനെ. സോ ഒരു 7 പോയിന്റ്സ് റിക്വയർമെന്റ്സിൽ വെക്കാം. ഓക്കെ, ദെൻ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ലൈഫ് സൈക്കിൾ, അതായത് ഡേറ്റ അനാലിറ്റിക്സിന്റെ ലൈഫ് സൈക്കിൾ, ദിസ് വൺ, ഇതും ഷുവർ ആയിട്ടും പഠിച്ചിട്ട് പോവാം. ഓക്കെ, എന്തായാലും പഠിച്ചിട്ട് പോവാം. 6 phases ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് മേ ബി ഒരു എന്താ പറയുക, 4 ക്വസ്റ്റ്യൻ്റെ 1ഉം 2nd ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം 6 മാർക്സിന്. ഇത് 6 phases ഉള്ളതുകൊണ്ട് തന്നെ 6 മാർക്സിന് വേണമെങ്കിൽ ചോദിക്കാം. ഓരോ ഫേസും 1 മാർക്ക് ഈച്ച് എന്നും പറഞ്ഞായിരിക്കും ഞങ്ങളുടെ സ്കീമിൽ കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾ 6 phases എഴുതിയിട്ടുണ്ടെങ്കിൽ 6 മാർക്സ് എന്തായാലും കിട്ടിയിരിക്കും. സോ ഓക്കെ, സോ phase 1 ഡിസ്കവറി, ആദ്യമേ ഡിസ്കവർ ചെയ്യുക. ദെൻ phase 2 ഡേറ്റ പ്രിപ്പയർ ചെയ്യുക. ദെൻ പ്രിപ്പയർ ചെയ്ത ഡേറ്റനെ ജസ്റ്റ് ഒന്ന് പ്ലാൻ അപ്പ് ചെയ്യുക, ആ മോഡലിനെ ബിൽഡപ്പ് ചെയ്യുക. ദെൻ നമുക്ക് എന്താണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, അനാലിസിസ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് റിസൾട്ട്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ ഓപ്പറേഷനൈസ് ചെയ്യുക. ഓക്കെ, 6 phases ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഡിസ്കവർ ചെയ്ത് ഡേറ്റ എടുക്കുന്നത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾ ഡേറ്റാസ് എടുക്കുന്നത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡേറ്റ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ ടീമും എക്സിക്യൂട്ട് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യുക, ലോഡ് ചെയ്യുക, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, സോ അതിൽ ഓരോ കീ പോയിന്റ്സും പഠിച്ചിട്ട് പോവാം. phase 1 ഇതാണ് കീ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ട് പോവാം. phase 2 ഇതാണ്, അതായത് ഓരോ ടീമും ഇപ്പൊ അതിൻ്റെ അകത്ത് 2nd പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ്, അതായത് എക്സ്ട്രാക്ട് ചെയ്യുക, ലോഡ് ചെയ്യുക, ട്രാൻസ്ഫോം ചെയ്യുക. ELT എന്ന് പറയുന്നത് കീ പോയിന്റ് ആണ് അതിൻ്റെ അകത്ത്. ഓക്കെ, അതേപോലെ phase 3 ആൻഡ് phase 4, phase 5 ആൻഡ് phase 6. സോ മെയിൻലി നമ്മൾ നോക്കുന്നത്, നിങ്ങൾ ടീച്ചേഴ്സ് വാല്യൂ ചെയ്യുമ്പോൾ നോക്കുന്നത് ഈ പറയുന്ന 6 phases നിങ്ങൾ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇഫ് ഇറ്റ് ഇസ് ദെയർ
യു ഗോട്ട് 6 മാർക്സ്. എന്നിട്ട് നിങ്ങൾ എക്സ്പ്ലെയിനും കൂടെ ചെയ്യുകയാണെങ്കിൽ 6 മാർക്സ് എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഡേറ്റ കളക്ഷൻ. എങ്ങനെയാണ് ഒരു ഡേറ്റ കളക്ട് ചെയ്യുന്നത് എന്നുള്ളതായിരിക്കും മെയിൻലി വരുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ഡേറ്റ സോഴ്സസ് ഉണ്ടായിരിക്കും, കുറേ ഡേറ്റ പൂളേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, പൂളേഴ്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഡൺ ആൻഡ് ബ്രാഡ്സ്ട്രാറ്റ്, ദെൻ വൺ ഡിസ്ക്, തോംസൺ, റൂട്ടേഴ്സ് എന്ന് പറയുന്ന കുറേ പൂളേഴ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ ഒക്കെ എഴുതുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് ഡേറ്റ കിട്ടുന്ന എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡേറ്റ കിട്ടിയാൽ നമ്മളൊരു കാർഡ് സ്വൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡേറ്റ ആണ് പോകുന്നത്. നമ്മുടെ ഇപ്പോൾ പൈസ പോകുമ്പോഴും നമ്മൾ എവിടെ നിന്നാണ് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തത്, എന്ത് സാധനം വാങ്ങി എന്നുള്ള കാര്യങ്ങളെല്ലാം ഡേറ്റ അനാലിസിസിൻ്റെ അകത്തുള്ളതാണ്. ഓക്കെ, ട്രാൻസാക്ഷൻസ് എല്ലാം ട്രാൻസാക്ഷൻ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും ടെക്സ്റ്റ് ഡോക്യുമെന്റ്സ് വഴി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡേറ്റ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് ടൈപ്സ് ഓഫ് ഡേറ്റ സോഴ്സസ്. സാമ്പിളിങ്ങിൻ്റെ അകത്ത് മോസ്റ്റ്ലി വരുന്നത് നമുക്ക് സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക, വി ആർ ടേക്കിംഗ് എ സബ്സെറ്റ്, ഒരു സെറ്റ് ഓഫ് ഡേറ്റ, അതും പാസ് കസ്റ്റമറിന്റെ ഡേറ്റ ഒന്ന് നമ്മളൊരു പാസ് 6 monthsന്റെ ഡേറ്റ കളക്ട് ചെയ്ത് അതിൽ നിന്നൊരു അനലിറ്റിക്കൽ മോഡൽ എടുക്കുന്നതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിന്റെ ടൈപ്സ് ഉണ്ട്, അതും കണ്ടിന്യൂസ് ആൻഡ് കാറ്റഗോറിക്കൽ തന്നെയാണ് നമ്മൾ പഠിച്ച ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചത് തന്നെയായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് മെയിൻലി വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് മിസ്സിംഗ് വാല്യൂസ്. നമ്മൾ എത്രയൊക്കെ ഡേറ്റാസ് കളക്ട് ചെയ്താലും ചില ടൈമിൽ മിസ്സിംഗ് വാല്യൂസ്, ചില ഡേറ്റാസ് മിസ്സപ്പ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കും. അത് എന്തുകൊണ്ടാണ് എന്നുള്ള റീസൺസും അതെങ്ങനെയാണ് അതിനെ മറികടക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതൊരു 3 മാർക്സിനോ 6 മാർക്സിനോ ചോദിക്കാം. സോ നമ്മൾ റീസൺസ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ക്യാൻ ബി നോൺ അപ്ലിക്കബിൾ, അത് ഉണ്ടായിരിക്കില്ല, ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടാവില്ല. ചില ടൈമിൽ നമ്മളിപ്പോൾ ഫോംസ് എല്ലാം ഫില്ല് ചെയ്യുമ്പോഴും മാൻഡേറ്ററി അല്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ഫില്ലപ്പ് ചെയ്യാറില്ല. ഓക്കെ, സോ ആ ഒരു സാഹചര്യത്തിൽ അത് ഡിസ്ക്ലോസ് അപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ ആ ഒരു വാല്യൂ ഇവിടെ മിസ്സാവുകയാണ് ഒരാളുടെ. അല്ലെങ്കിൽ എന്തെങ്കിലും മേർജ് ചെയ്യുമ്പോഴും, എന്തെങ്കിലും ഇപ്പം സ്പ്രെഡ്ഷീറ്റിലേക്കെല്ലാം മേർജ് അപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എറർസ്, ഇങ്ങനത്തെ കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതായിരിക്കും റീസൺസ്. ആൻഡ് അതൊക്കെ മാറാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ഇതൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്കീമാണ് റീപ്ലേസ്, ഡിലീറ്റ് ആൻഡ് കീപ്പ്. ഓക്കെ, ഈ 3 പോയിന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ 3 മാർക്സിനാണെങ്കിൽ യു വിൽ ഗോ 3 മാർക്സ്. ഓക്കെ, ഒന്നെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാം, ഇല്ലെങ്കിൽ അതേ വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ അത് തന്നെ വെക്കാം. വെച്ചിട്ട് നമ്മൾ ഓരോരോ മോഡൽസ് വെച്ചിട്ടായിരിക്കും പിന്നെ അത് കാൽക്കുലേറ്റ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്ന പറഞ്ഞാണ് ഔട്ട്ലയർ ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. ഓക്കെ, ഔട്ട്ലയർ ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അതായത് ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നത് എക്സ്ട്രീം ഒബ്സർവേഷൻസ് ആയിരിക്കും. അതായത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻസ് ആയിരിക്കും. ചിലത് വാലിഡ് ഒബ്സർവേഷൻ ആയിരിക്കും, ചിലത് ഇൻവാലിഡ് ഒബ്സർവേഷൻ ആയിരിക്കും. അതായത് ഇപ്പം ഇൻവാലിഡ് എന്നൊക്കെ പറഞ്ഞ ഏജ് ഇസ് 300 years എന്നൊക്കെ നമ്മൾ ചോദിക്കും. ഇറ്റ് ഈസ് ഏജസ് ഒരു 40-30 എന്നൊക്കെ ചോദിക്കുന്നെങ്കിൽ നമുക്ക് അതിന്റെ ഡേറ്റാസ് ഒബ്സർവ് ചെയ്തെടുക്കാവുന്നതാണ്. ബട്ട് ഏജ് 300 years എന്നൊക്കെ ചോദിച്ചാൽ അത് പാസ് 300 years അങ്ങനെ നമുക്ക് കിട്ടില്ല. സോ ദാറ്റ് ഇസ് ഇൻവാലിഡ്. ഓക്കെ, സോ അങ്ങനെ വാലിഡും ഇൻവാലിഡും ആയിട്ടുള്ള എക്സ്ട്രീം ആയിട്ടുള്ള ഒബ്സർവേഷൻസിനാണ് ഔട്ട്ലയേഴ്സ് എന്ന് പറയുന്നത്. അതിനെ ഡിറ്റക്ട് ചെയ്യുന്ന 2 മെത്തേഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അത് ഡീലപ്പ് ചെയ്യുന്ന 2 മെത്തേഡ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അതെന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ഔട്ട്ലയേഴ്സ് കാൽക്കുലേറ്റ് മാക്സിമം മിനിമം വാല്യൂസും കണ്ടുപിടിക്കും. അത് നമ്മൾ മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്നത് വിഷ്വൽ മെക്കാനിസംസ് വെച്ചിട്ടായിരിക്കും. ബോക്സ് പ്ലോട്ട്സും ഹിസ്റ്റോഗ്രാംസും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്രാഫ്സുകൾ തമ്മിൽ വെച്ചിട്ടായിരിക്കും നമ്മളത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ അതായിരിക്കും ഔട്ട്ലയർ ഡിറ്റക്ഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അതേപോലെ വേറെ ഒരു മെത്തേഡ് വരുന്നത് അതിൻ്റെ അകത്ത് പോപ്പുലർ സ്കീം എന്ന് പറയുന്നത് ട്രങ്കേഷൻ അല്ലെങ്കിൽ ക്യാപ്പിംഗ്. ജസ്റ്റ് അതിനെ ഒന്ന് റിമൂവ് അപ്പ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻസ് ആയിരിക്കും വരുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്കൊരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ഇത് സെക്ഷൻ്റെ അകത്തേക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഇതിൻ്റെ ഇത്രയും കാര്യങ്ങൾ ബ്രീഫ് അപ്പ് ചെയ്ത് നിങ്ങൾ പഠിക്കണമെന്നില്ല. ജസ്റ്റ് ഔട്ട്ലയർ ട്രീറ്റ്മെന്റ് ലൈക്ക് ഡിറ്റക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള മെക്കാനിസംസ് ഈ പറയുന്ന ബോക്സ് പ്ലോട്ടും ഹിസ്റ്റോഗ്രാമും ഒക്കെയാണ് എന്ന് പറയാം. ഇത്രയുമിൻ്റെ ഒന്നും ആവശ്യമില്ല. ലൈക്ക് ജസ്റ്റ് അതെല്ലാം ബ്രഷ് അപ്പ് ചെയ്ത് പോയിട്ട് ഒരു എന്താ പറയുക, അതിനുള്ള ട്രീറ്റ്മെന്റ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഈ പറയുന്ന പോപ്പുലർ സ്കീം ഇസ് ട്രങ്കേഷൻ ഓർ ക്യാപ്പിംഗ്, എന്താണ് ക്യാപ്പിംഗ്, എന്താണ് ട്രങ്കേഷൻ എന്നുള്ളത് കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മതി. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത്
വേരിയബിൾ സെലക്ഷൻ. നെക്സ്റ്റ് ഇത് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ മെയിൻലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഇസ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ? എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഡേറ്റ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷനും ന്യൂമറോസിറ്റി റിഡക്ഷൻ എന്ന് പറയും. ഓക്കെ, ഡയമെൻഷനാലിറ്റി റിഡക്ഷനിൽ കുറേ ഡേറ്റ എൻകോഡിംഗ് സ്കീംസ് ഉണ്ടായിരിക്കും. നമ്മൾ ഡേറ്റ റെഡ്യൂസ് ചെയ്യാണ്, അത് കംപ്രസ് ചെയ്യാണ്. ഒറിജിനൽ ഡേറ്റയിൽ നിന്ന് ആ കംപ്രസ്ഡ് ഡേറ്റയിലേക്ക് മാറാൻ വേണ്ടിയിട്ട് കുറച്ച് എൻകോഡിംഗ് സ്കീംസ് ഉണ്ട്. അതിന് 2 ടൈപ്സ് ആണ് അത് യൂസ് ചെയ്യുന്നത്. ഒന്ന് വേവ്ലെറ്റ് ട്രാൻസ്ഫോംസും മറ്റൊന്ന് പ്രിൻസിപ്പൽ കമ്പോണൻസ് അനാലിസിസ് എന്ന് പറയുന്ന 2 ടൈപ്സ് വെച്ചിട്ടായിരിക്കും ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ വെക്കുന്നത്. ഓക്കെ, എന്താണ് വേവ്ലെറ്റ് ട്രാൻസ്ഫോംസും എന്താണ് പ്രിൻസിപ്പൽ അനാലിസിസ് എന്ന് പറയുന്നത്? ജസ്റ്റ് ഒരു 3-4 പോയിന്റ്സിൽ ജസ്റ്റ് ഇതൊന്ന് വായിച്ച് നിങ്ങൾക്ക് എഴുതാവുന്നേ ഉള്ളൂ. വേവ്ലെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് അതൊരു ഇക്വേഷൻ വൈസ് വെച്ചിട്ടായിരിക്കും. അതായത് നമ്മൾ ഈ സിഗ്നൽ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് ഒക്കെ വെച്ചിട്ട്, അതായത് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഡേറ്റ വെക്ടർ വെച്ചിട്ട് ദാറ്റ് വിൽ ബി ട്രാൻസ്ഫോംസ് ഇൻടു എ ഡിഫറെന്റ് വെക്ടർ. ഒരു വേവ്ലെറ്റ് കോഎഫിഷ്യൻസ് ഒക്കെ വെച്ചിട്ട് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു വെക്ടർ ആക്കി ട്രാൻസ്ഫോം ചെയ്യും. അതായിരിക്കും വേവ്ലെറ്റ് ട്രാൻസ്ഫോം എന്ന് പറയും. ഓക്കെ, സോ അതിന് ഇപ്പൊ ഇമേജ് പ്രോസസ്സിംഗ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് കുറേ ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അത്രയൊന്നും നമുക്കില്ല. നമുക്ക് ജസ്റ്റ് എന്താണ് വേവ്ലെറ്റ് ട്രാൻസ്ഫോം എന്ന് പഠിക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ അതിൻ്റെ അകത്ത് വരുന്ന കുറച്ച് ട്രാൻസ്ഫോംസ് ആണ് ഈ HAR2, ഡാബിഷ്യസ് 4 അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതാം. നമുക്ക് അതൊക്കെ മതി. ജസ്റ്റ് എന്താണെന്ന് ബ്രീഫ് അപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത്. ഓക്കെ, സോ പ്രിൻസിപ്പൽ കമ്പോണൻസ് അനാലിസിസ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്പോസ് ചെയ്യുക, ലൈക്ക് ഡേറ്റ റെഡ്യൂസ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് ട്യൂപ്പിൾസോ അല്ലെങ്കിൽ ഡേറ്റ വെക്ടേഴ്സോ ആയിട്ടോ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യും. അതായത് ഒരു വലിയൊരു പ്രിൻസിപ്പൽ കമ്പോണന്റ് അനാലിസിസ് PCA എന്നാണ് അതിനെ പറയുന്നത്. ഇറ്റ് വിൽ സെർച്ച് ഫോർ ഒരു K കൈൻഡ് ഓഫ് n ഡയമെൻഷണൽ വെക്ടേഴ്സിനെ ഒന്ന് സെർച്ച് അപ്പ് ചെയ്യും. ഓക്കെ, സോ അത് നമ്മളെന്ന് പറയുന്നത് വെച്ചാൽ ഇപ്പം കുറേ ഡേറ്റാസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ചെറിയ ചെറിയ അട്രിബ്യൂട്ട്സ് ആയിട്ട് ഡിവൈഡ് അപ്പ് ചെയ്യും. ഓക്കെ, എന്നിട്ട് അതിനെ ഒന്ന് അനാലിസിസ് ചെയ്യും. ഓക്കെ, ഒരു സെറ്റ് ഓഫ് ഇപ്പോൾ ഒരു 40 സ്റ്റുഡൻസ് ക്ലാസ്സിലുണ്ടെങ്കിൽ ഒരു 20 എന്ന് വെച്ച് 2 ബാച്ചസ് ആക്കി തിരിച്ച് നമ്മൾ അത് തന്നെ വെച്ചിട്ട് അനാലിസിസ് ചെയ്യും. അതായിരിക്കും പ്രിൻസിപ്പൽ കമ്പോണൻസ് അനാലിസിസ്. സോ അങ്ങനെ വരുമ്പോൾ ഡേറ്റ റെഡ്യൂസ് ചെയ്ത് പോകും. ഓക്കെ, so that is about the dimensionality reduction. So that's about the module 2. So അതൊരു തിയറി മൊഡ്യൂൾ ആയിരിക്കും. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് just focus on the analysis process model, life cycle and dimensionality reduction. അതേപോലെ തന്നെ ഡേറ്റ കളക്ഷൻ്റെ ആ ഒരു ചെറിയൊരു പോർഷനും കൂടെ. ഓക്കെ, that is about the module 2. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ജസ്റ്റ് ലൈക്ക് നമുക്ക് ഡേറ്റ അനാലിസിസിൽ മോസ്റ്റ്ലി വരുന്നത് പ്രോബ്ലംസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഇതെല്ലാം ബ്രീഫ് അപ്പ് ചെയ്ത് പോവാ നിങ്ങൾ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് വരുന്നുണ്ടോ? Okay, then let's move on to the third module. Third module ഒരു പ്രോബ്ലമാറ്റിക് മൊഡ്യൂൾ ആണ് വരുന്നത്. അതിൻ്റെ അകത്താണ് സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡും നിങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ലൈക്ക് സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡിലും നമുക്ക് കുറേ അൽഗോരിതംസ് വരുന്നുണ്ട്. KNN അൽഗോരിതം വരുന്നുണ്ട്. KNNും K മീൻസും ഒരിക്കലും മാറിപ്പോരുത്. ഓക്കെ, കുറേ പേർക്ക് അങ്ങനെ മാറിപ്പോകുന്നുണ്ട്. സോ അത് ഒരിക്കലും പാടില്ല. ലൈക്ക് നിങ്ങൾ നോക്കണം. ഓക്കെ, സോ തേർഡ് മൊഡ്യൂളിൻ്റെ അകത്ത് വരുന്നത് മോസ്റ്റ്ലി സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡും അതേപോലെ K മീൻസിന്റെ പാർട്ടീഷണൽ അൽഗോരിതംസും ആയിരിക്കും വരുന്നത്. ഇതും ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, സോ അതിൽ സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡിന്റെയും ഡിഫറൻസസ് അത് മെയിൻലി ചോദിക്കാവുന്ന ഒരു സെക്ഷനാണ്. അതിന് മുന്നേ സൂപ്പർവൈസ്ഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു മെഷീനെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ്. സൂപ്പർവൈസ്ഡ് എന്ന് വെച്ചാൽ ലൈക്ക് ഒരു മെഷീൻ നമ്മൾ ഇതാണ് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് നമ്മൾ ഒരു മെഷീനെ നമ്മൾ ഒരു ട്രെയിൻ ചെയ്ത് എടുക്കുകയാണ്. അപ്പൊ ആ മെഷീനിന് മനസ്സിലാവും. ഇപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ആപ്പിൾ എന്ന് പറയുന്നതിന് നമ്മൾ ഷേപ്പ് ഇങ്ങനെയാണ്, റൗണ്ടിലാണ്, അതിന് ടോപ്പിലൊരു ഡിപ്രഷൻ ഉണ്ട്, ഒരു കളർ എന്ന് പറയുന്നത് റെഡ് ആണ്. അങ്ങനെ നമ്മൾ അത് ആപ്പിൾ എന്ന് പറഞ്ഞാൽ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ മെഷീനെ. അല്ലെങ്കിൽ ബനാന ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കുക. അപ്പം ആരെങ്കിലും ഒരു നമ്മളിപ്പോൾ യൂസർ ഇങ്ങനെ കാണിക്കുകയാണ്, ബനാന കാണിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതിന്റെ ക്ലാസിഫിക്കേഷൻ 2 കാറ്റഗറീസ് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷനും റിഗ്രഷനുമാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഔട്ട്പുട്ട്
ക്ലാസിഫൈ ചെയ്യുക. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു കാറ്റഗറീനെ കാറ്റഗറൈസ് ചെയ്യുക. അതായത് റെഡ് ആണോ, ബ്ലൂ ആണോ, ദിസ് ആണോ, നോൺ ദിസ് ആണോ, അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുക. ആൻഡ് റിഗ്രഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഔട്ട്പുട്ട് വേരിയബിൾ ഒരു റിയൽ വാല്യൂ ആണെങ്കിൽ, അതായത് വെയിറ്റോ അല്ലെങ്കിൽ ഹൈറ്റോ ഡോളേഴ്സോ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ആൻഡ് ടൈപ്സ്, സൂപ്പർവൈസറിന്റെ ടൈപ്സ് എന്ന് പറയുന്നത് റിഗ്രഷൻ, KNN, നേവ് ബേസ്, അതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, അതിന്റെ ടൈപ്സ് അതായിരിക്കും. ദെൻ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതും ബ്രീഫ് അപ്പ് ചെയ്ത് പോവാം. അതായത് അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡേറ്റ കളക്ട് അപ്പ് ചെയ്ത് നമുക്ക് പ്രീവിയസ് എക്സ്പീരിയൻസിൽ നിന്ന് നമുക്കൊരു ഡേറ്റ ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് അപ്പ് ചെയ്യാം എന്നുള്ളതൊക്കെ ആയിരിക്കും അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്രയും വലിയ ഡേറ്റനെ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചലഞ്ച് ആയിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതും ഒരു ചലഞ്ച് അപ്പൊക്കെ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ഡിസഡ്വാൻറ്റേജ്. ആൻഡ് സൂപ്പർവൈസ്ഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന പഠിപ്പിക്കുക എന്നുള്ള പരിപാടി ഉണ്ടാവില്ല. ഓക്കെ, ഇതിങ്ങനെയാണ് അതങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല. മെഷീനോട് അങ്ങനെ പറഞ്ഞ് നമ്മൾ കൊടുക്കില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുക, കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒന്ന് ജസ്റ്റ് എന്താ പറയാ, ഒരു സംഭവം നമുക്ക് കിട്ടുമ്പം ഇതിങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഇതിനോട് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് എന്നുള്ള കേസസ് വരുമ്പോഴായിരിക്കും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് വരുന്നത്. ഓക്കെ, സിമിലാരിറ്റീസ് വെച്ചിട്ട് വരുന്നത്. സോ അതിൻ്റെ അകത്ത് വരുന്ന 2 കാറ്റഗറീസ് ആണ് ക്ലസ്റ്ററിങ്ങും അസോസിയേഷനും. ക്ലസ്റ്ററിങ്ങിന്റെ അകത്ത് വരുമ്പോൾ അതായത് ഗ്രൂപ്പ് ആയിട്ട് ഇങ്ങനെ ക്ലസ്റ്റർ ആയിട്ട് തിരിക്കുക, അതാണ് അൺസൂപ്പർവൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, അസോസിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ഇത് പഠിക്കാനുണ്ട്. അസോസിയേഷൻ റൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അസോസിയേഷൻ റൂളിൻ്റെ അകത്ത്. അതായത് എക്സും വൈയും തമ്മിലുള്ള ഒരു അസോസിയേഷൻ റൂൾ. എക്സ് ഒരു പീപ്പിൾ, ഫോർ എക്സാമ്പിൾ ഒരു പീപ്പിൾ എക്സ് എന്ന് പറയുന്ന ഒരു ഐറ്റം വാങ്ങിക്കഴിഞ്ഞാൽ വൈ എന്ന് പറയുന്ന ഒരു ഐറ്റം വാങ്ങാനായിട്ട് ടെൻഡൻസി ഉണ്ടാവും എന്നുള്ളൊരു അസോസിയേഷൻ റൂൾ എന്ന ടൈപ്പിലായിരിക്കും നമ്മൾ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ ടൈപ്സ് ഉണ്ട്. ക്ലസ്റ്ററിങ്ങിൽ അഗ്ലോമറേറ്റീവ്, ഓവർലാപ്പിംഗ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, സോ ഇത് കണ്ടോ, ഇത് ഞാൻ സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ ഡിഫറൻസസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫിഗറും അതിനോടൊപ്പം തന്നെയുള്ളതായിരിക്കും. അതായത് സൂപ്പർവൈസ്ഡിൽ ഞാൻ പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ആണ് ചെയ്യുന്നത്, അൺസൂപ്പർവൈസ്ഡിൽ ക്ലസ്റ്ററിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും പോയിന്റ്സ് വൈസ് സൂപ്പർവൈസ്ഡും അൺസൂപ്പർവൈസ്ഡും മേ ബി എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഡിഫറൻസ് ബിറ്റ്വീൻ സൂപ്പർവൈസ്ഡ് ആൻഡ് അൺസൂപ്പർവൈസ്ഡ്. ഓക്കെ, സോ നോക്കാം. ദെൻ നേവ് ബേസ് ക്ലാസിഫയർ അൽഗോരിതം. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് നമുക്ക് നേരെ ഒന്ന് ജസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. നിങ്ങൾക്ക് ഓൾറെഡി എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് അതിൽ പ്രോബ്ലത്തിലേക്ക് പോകുമ്പം അതിൻ്റെ അകത്ത് വർക്കിംഗ് വരുന്നത്, പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു ടേബിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരിക്കും. പ്രോബ്ലം എന്ന് പറയുന്നത് വെദർ സണ്ണി ആണെങ്കിൽ നിങ്ങളുടെ പ്ലെയറിന് പ്ലേ ചെയ്യാവോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ബൈ യൂസിങ് നേവ് ബേസ് ക്ലാസിഫയർ. സോ നേവ് ബേസ് ക്ലാസിഫയർ മോസ്റ്റ്ലി ഈ ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും വർക്ക് അപ്പ് ചെയ്യുന്നത്. പി ഓഫ് എ ബാർ ബി ഈക്വൽ ടു പി ഓഫ് ബി ബാർ എ ഇൻറ്റു പി ഓഫ് എ ഡിവൈഡഡ് ബൈ പി ഓഫ് ബി. ഓക്കെ, സോ അതെന്തൊക്കെയാണെന്നുള്ളത് ഇതിൻ്റെ അകത്തുണ്ട്, എങ്ങനെയായിരിക്കും വരുന്നതെന്നുള്ളത്. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇറ്റ്സ് മോർ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് വരുന്നത് ഫസ്റ്റ്ലി നമ്മൾ വരുമ്പം നമ്മൾ ആദ്യമേ ഒരു ഫ്രീക്വൻസി ടേബിൾ വരയ്ക്കാം. ഫ്രീക്വൻസി ടേബിൾ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നിങ്ങളുടെ വെതർ, നിങ്ങൾക്ക് കുറച്ച് വെതേഴ്സ് ഉണ്ടായിരിക്കും, ഫോർകാസ്റ്റ്, റെയിനി, സണ്ണി എന്ന് പറയുന്നത്. അത് എത്ര പ്രാവശ്യം വരുന്നുണ്ടെന്ന് ഇൻ കേസ് യെസ് ഓർ നോ എന്ന് പറയുന്ന 2 സെക്ഷൻസ് ഉണ്ടായിരിക്കും. എസ്സിൽ ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് എസ്, ഇത് ഫോർകാസ്റ്റ് എസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ വരുമ്പം അതെങ്ങനെയാണ് എസ് എത്ര പ്രാവശ്യം വരുന്നുണ്ട്, നോ എത്ര പ്രാവശ്യം വരുന്നുണ്ട് എന്നുള്ള ഒരു ഫ്രീക്വൻസി ടേബിൾ ഫസ്റ്റ് ഓഫ് ഓൾ വെക്കുക. ദെൻ ഒരു ലൈക്ലിഹുഡ് ടേബിൾ വെതർ കണ്ടീഷൻ വെക്കുക. അതായത് വേറൊന്നുമില്ല, ഇപ്പൊ ഫോർകാസ്റ്റിലാണെങ്കിൽ നോയും എസും അതേപോലെ തന്നെ അതിൽ ഫോർകാസ്റ്റിന്റെ നേരെ 5/14 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 14 എന്ന് പറയുന്നത് എസിന്റെ ടോട്ടൽ ആണ് നോക്കുന്നത്. ആൻഡ് നമുക്ക് 14 എന്ന് പറയുന്നത് എത്ര ഒബ്സർവേഷൻസ് ഉണ്ടെന്നാണ് നോക്കുന്നത്. അതിൽ ഇപ്പൊ എസ് 5 ആയതുകൊണ്ട് തന്നെ 5/14 എന്ന് വരും. ഓക്കെ, സോ ദെൻ അതേപോലെ തന്നെ റെയിനി, സണ്ണി, അങ്ങനത്തെ നമ്മൾ എല്ലാം എടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസ് തിയറത്തിലേക്ക് അപ്ലൈ ചെയ്യാണ് ഓരോന്നും നമ്മൾ കണ്ടുപിടിക്കുക. അതായത് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സണ്ണി ആണെങ്കിൽ കളിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ എസ് ബാർ, നോ ബാർ എന്ന് പറയുന്ന 2 കണ്ടീഷൻസ് വരും. അതിന്റെ ഓരോ പ്രോബബിലിറ്റീസ് നോക്കാം, എന്നിട്ട് അതിൽ പ്രോബബിലിറ്റി വരുന്നതനുസരിച്ച്
നമുക്കിപ്പം എസ്സിലാണെങ്കിൽ 0.6 ആണ്, മാക്സിമം വരുന്നത് 0.6 ആണ്. അപ്പൊ നമുക്ക് കൺക്ലൂഡ് അപ്പ് ചെയ്യാം, ഹെൻസ് ഓൺ എ സണ്ണി ഡേ പ്ലെയർ ക്യാൻ പ്ലേ ദ ഗെയിം എന്ന് പറയാം. ഓക്കെ, സോ ദെൻ അതിന്റെ അഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. വേറൊരു എക്സാമ്പിൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ലുക്കപ്പ് ചെയ്യാം. ദെൻ വരുന്നത് KNN അൽഗോരിതം ആണ്. ഇതെന്തായാലും ഷുവർ ആയിട്ടും ചോദിക്കും. KNN അൽഗോരിതം, KNN അൽഗോരിതത്തിന്റെ അകത്ത് നിങ്ങൾക്കറിയാം, ഇപ്പം സിമ്പിൾ ആയിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നടുക്ക് ഒരു ക്യാറ്റ് ആൻഡ് ഡോഗ് ഉണ്ട്, നമുക്കൊരു ഇൻപുട്ട് വാല്യൂ വരുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മൾ സൂപ്പർവൈസ്ഡിലാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അതിനെ ആ മെഷീനെ പഠിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇൻപുട്ട് വാല്യൂ വരുമ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള ഏതാണോ അതായിരിക്കും നമ്മുടെ പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതായിരിക്കും KNN ക്ലാസിഫയർ എന്ന് പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ആയിരിക്കും മെയിൻലി അതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഓക്കെ, സോ ഒരു പുതിയ ഒരാൾ വരുമ്പം ഏതൊരു കാറ്റഗറിയിലേക്ക് അയാളെ പറഞ്ഞു വിടണം. ഓക്കെ, പുതിയ ആൾ വരുമ്പോൾ അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഏത് തരം കാറ്റഗറിയിലാണോ ഉള്ളത് ആ കാറ്റഗറിയിലേക്ക് നമ്മൾ ആ ന്യൂ ഡേറ്റ പോയിന്റിനെ പറഞ്ഞു വിടും. സോ KNN കഴിയുമ്പോൾ ആ ന്യൂ ഡേറ്റ പോയിന്റ് അസൈൻഡ് ടു കാറ്റഗറി A ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ കളറിൽ തന്നെ അറിയാം നമുക്ക് ഗ്രീനിഷ് ആയിട്ടുള്ളതും യെല്ലോയിഷ് ആയിട്ടുള്ളതും. ഓക്കെ, സോ അതായിരിക്കും KNN വർക്കപ്പ് ചെയ്യുന്നത്. നിങ്ങളോട് സ്റ്റെപ്സ് ചോദിക്കാം, ഞാൻ പറഞ്ഞിരുന്നു സ്റ്റെപ്സിനെല്ലാം നിങ്ങൾക്ക് ഓരോ മാർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, സോ സ്റ്റെപ്പ് എന്തായാലും എഴുതി ഇതുപോലെ തന്നെ എഴുതുക. നിങ്ങളോട് ചിലപ്പോൾ KNNന്റെ വർക്കിംഗ് ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, സോ സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ K ഓഫ് ദ നെയ്ബേഴ്സ്. അപ്പൊ നമ്മുടെ ഒരു പുതിയ ഇതിൻ്റെ അകത്ത് യുക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. യുക്ലിഡിയൻ എന്ന് പറയുന്നത് രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള യുക്ലിഡിയൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √(x2 - x1) ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ. x1ഉം y1ഉം x2ഉം y2ഉം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, രണ്ട് കോർഡിനേറ്റ്സിന്റെ പോയിന്റ്സുകളാണ്. ഓക്കെ, സോ യുക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വരുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, സോ ഇതിലത് വർക്ക്ഔട്ട് എക്സാമ്പിളിൻ്റെ അകത്ത് ഇത് നമുക്ക് തരുന്ന ഒരു ടേബിൾ ആയിരിക്കും. നെയിം, ഏജ്, ജെൻഡർ, ക്ലാസ് ഓഫ് സ്പോർട്സ്. നമ്മുടെ പുതിയൊരു നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഫൈൻഡ് ഇൻ വിച്ച് ക്ലാസ് ഓഫ് പീപ്പിൾ കിരൺ വിൽ ലൈ ഹൂസ് K ഫാക്ടർ ഇസ് 3. ഒന്നെങ്കിൽ നമുക്ക് K ഫാക്ടർ തരും, ഇല്ലെങ്കിൽ K ഫാക്ടർ ഉണ്ടാവില്ല. ഓക്കെ, K ഫാക്ടർ തന്നിട്ടുണ്ട് 3, ഏജ് എന്ന് പറയുന്നത് 5 ആയിരിക്കും. ഓക്കെ, സോ അതനുസരിച്ച് നമ്മൾ കിരണെ ഇവരുടെ ഏത് കൂട്ടത്തിൽ, ഫുട്ബോൾ എന്ന് പറയുന്നതിലാണോ അല്ലെങ്കിൽ ക്രിക്കറ്റിൽ എന്ന് പറയുന്നതിലാണോ അല്ലെങ്കിൽ നൈദർ എന്ന് പറയുന്നതിലാണോ വേണ്ടതെന്നുള്ളത് നമ്മൾക്ക് കണ്ടുപിടിക്കണം യൂസിങ് KNN വെച്ചിട്ട്. സോ നമ്മൾ യൂക്ലിഡിയൻസിന്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും ഫസ്റ്റ് ഓഫ് ഓൾ. അതായത് നമ്മളോടിപ്പം K എന്ന് പറയുന്നത് 3 ആക്കി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇതിന് ഏത് 3 പേഴ്സൺസിനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, ഏത് 3 പേഴ്സൺസിനെ വേണമെങ്കിലും എടുക്കാം, K 3 ആയതുകൊണ്ട് തന്നെ. സോ നമ്മൾ ഇതിൽ 3 എടുത്തിട്ട് സൈറ, മൈക്കിൾ, സ്മിത്ത് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഇത് കണ്ടോ, അജയും കിരണും തമ്മിലുള്ള യുക്ലിഡിയൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. അതായത് ഇതില് ഏജും ജെൻഡറും ആണ് എക്സും വൈയും ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് അറിയാവുന്ന രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏജും ജെൻഡറും ആണ്. ഓക്കെ, അപ്പൊ നമ്മള് അജയുടെയും കിരണിന്റെയും ഏജിന്റെ ഡിഫറൻസ് ദ ഹോൾ സ്ക്വയർ പ്ലസ് ജെൻഡേഴ്സിന്റെ മൈനസ് ചെയ്തിട്ടുള്ള ദ ഹോൾ സ്ക്വയർ. ഓക്കെ, സോ അങ്ങനെ ഓരോ ഡിസ്റ്റൻസും നമ്മൾ കിരണും അജയുമായിട്ടില്ല, കിരണും മാർക്കുമായിട്ടില്ല, കിരൺ സാറ. അപ്പൊ നമ്മളിവിടെ 3 K എടുത്തിരിക്കുന്നത്, അപ്പൊ 3 പേരുടെ മാത്രം എടുത്താൽ മതി. അപ്പൊ അങ്ങനെ വന്ന് കാറ്റഗറൈസ് ചെയ്യുമ്പോൾ സാറ ക്രിക്കറ്റ്, ദെൻ മൈക്കിൾ ക്രിക്കറ്റ്, സ്മിത്ത് ഫുട്ബോൾ. സോ ഇതിലും ഏറ്റവും കൂടുതൽ വരുന്നത് ക്രിക്കറ്റ് ആണ്. സോ ഒബ്വിയസ്ലി കിരൺ എന്ന് പറയുന്ന ആളും ക്രിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും എടുക്കുന്നത്. സോ അക്കോർഡിംഗ് ടു KNN അൽഗോരിതം കിരൺ വിൽ ബി ഇൻ ദ ക്ലാസ് ഓഫ് പീപ്പിൾ ഹു ലൈക്ക് ദ ക്രിക്കറ്റ്. സോ അങ്ങനെയായിരിക്കും നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് ലീനിയർ റിഗ്രഷൻ. റിഗ്രഷൻ എന്ന് പറയുന്ന പാർട്ടായിരിക്കും വരുന്നത്. ഓക്കെ, റിഗ്രഷന്റെ അകത്ത് y=x1 + x2 + x3 അതായിരിക്കും മെയിൻലി ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ വൈസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ റിഗ്രഷൻ യൂസ് ചെയ്യുന്നത് പ്രഡിക്ഷനും ഹൈപ്പോത്തസിസിനും ഒക്കെ ആയിരിക്കും മെയിൻലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലീനിയർ റിഗ്രഷൻ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ലൈക്ക് അത് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്ന ഒരു ലീനിയർ റിലേഷൻഷിപ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് X and Y തമ്മിലുള്ള ഡേറ്റ പോയിന്റ്സും ഒക്കെ വെച്ചിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആൻഡ് ലീനിയറിന്റെ ഒരു ഇക്വേഷൻ വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്കലി ലീനിയർ ഇക്വേഷൻ എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചാൽ y=β0 + β1 x + റാൻഡം എറർ. അത് നമ്മൾ വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ, എറർ കാണിക്കാം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ,
സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. ദെൻ ടൈപ്സ് ഉണ്ട്, രണ്ട് തരം ടൈപ്സ് ഉണ്ട്, സിമ്പിൾ ആൻഡ് മൾട്ടിപ്പിൾ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ പോസിറ്റീവും നെഗറ്റീവും ലീനിയർ റിലേഷൻഷിപ്സ് റിഗ്രഷൻസിലുണ്ടായിരിക്കും. സോ ഇതിൽ ഇക്വേഷൻസ് ആയിട്ട്, അതായത് ഇപ്പൊ നമുക്ക് ഒരു പ്രോബ്ലം ആയിട്ട് ചോദിക്കാം എന്നുണ്ടെങ്കിൽ ഇതായിരിക്കും. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഫൈൻഡ് ദ ലീസ്റ്റ് സ്ക്വയർ റിഗ്രഷൻ ലൈൻ ഫോർ ദ ഫോളോയിങ് സെറ്റ് ഓഫ് ഡേറ്റ. സോ -1 0 0 2 1 4 എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന്റെ ഇക്വേഷൻസ് നമുക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അതായത് എയും ബിയും കണ്ടുപിടിച്ചിട്ട് എ എക്സ് പ്ലസ് ബി, വൈ ഈക്വൽ ടു എ എക്സ് പ്ലസ് ബി എന്നാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അതിൽ എ ആൻഡ് ബി എന്താണെന്ന് നമുക്ക് അറിയാം. സോ അതിൻ്റെ അകത്ത് നമ്മൾ വൈ ഈക്വൽ ടു എ എക്സ് ബി എന്ന് പറയുന്നത് അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലേക്ക് ഇതിലേക്ക് ആക്കുക എന്നുള്ളതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, സോ ജസ്റ്റ് ബ്രീഫ് ഔട്ട് ചെയ്ത് നോക്കിയിട്ട് പോവാം. ഓക്കെ, ദെൻ മൾട്ടിപ്പിൾ ലീനിയർ ഇക്വേഷൻ നിങ്ങൾക്ക് എന്താ പറയുക, അതിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണം നിർബന്ധമില്ല, ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് പോവാം. ഓക്കെ, ദെൻ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ക്ലസ്റ്ററിങ്. ഓക്കെ, സോ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൻ്റെ അകത്ത് ക്ലസ്റ്ററിങ് ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ക്ലസ്റ്ററിങ് ഒരു ടൈപ്പ് ഓഫ് ഇതായിരിക്കും വരുന്നത്, ഒരു മെത്തേഡാണ്. സോ നിങ്ങൾക്ക് ഇത് ഫിഗേഴ്സ് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ ക്ലസ്റ്റേഴ്സ് ആക്കി തിരിക്കുകയാണ്, ഒരു സെറ്റ് ഓഫ് ഡേറ്റാനെ ക്ലസ്റ്റേഴ്സ് ആക്കി തിരിക്കുക. അതിന്റെ മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്, ഡെൻസിറ്റി ബേസ്ഡ്, ഹൈറാർക്കിയൽ, പാർട്ടീഷനിങ്, ഗ്രിഡ് ബേസ്ഡ് ഒക്കെ ഉണ്ട്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻസ് ചോദിക്കാം, അതുകൊണ്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ആപ്ലിക്കേഷൻസ് മാർക്കറ്റിംഗിൽ, ദെൻ ഇൻഷുറൻസ്, ബയോളജി, ലൈബ്രറീസ് ഒക്കെ യൂഷ്വലി വരുന്നുണ്ട് ആണ്. ഓക്കെ, ദെൻ ഹൈറാർക്കിയൽ അൽഗോരിതംസ്. ഹൈറാർക്കിയൽ അൽഗോരിതംസിന്റെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു അതിന്റെ വർക്കിംഗ് ആണ് ചോദിച്ചത്. ഓക്കെ, സോ അതിൽ രണ്ട് അപ്രോച്ചസ് ആണുള്ളത്, ഒന്ന് അഗ്ലോമറേറ്റീവ്, ഒന്ന് ഡിവിസീവ്. അതിൽ അഗ്ലോമറേറ്റീവ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഇറ്റ്സ് എ ബോട്ടം അപ്പ് അപ്രോച്ച് ആയിരിക്കും. ഓക്കെ, അതിന്റെ വർക്കിംഗ് ആണ് ചോദിച്ചത്. സോ ഇതിൻ്റെ അകത്ത് നമ്മൾ ക്ലിയർ അപ്പ് ആയിട്ട് ഗ്രാഫ് സെക്ഷൻ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ്ലി നമുക്കൊരു സെറ്റ് ഓഫ് ഡേറ്റ ഉണ്ടായിരിക്കും. സോ നമ്മൾ അതിൽ നിന്ന് രണ്ട് ക്ലോസസ്റ്റ് ഡേറ്റ പോയിന്റ്സിനെ ക്ലസ്റ്റർ ചെയ്യും. ഇത് കണ്ടോ, രണ്ട് ഡേറ്റ പോയിന്റ്സിനെ ക്ലസ്റ്റർ അപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ക്ലസ്റ്റർ അപ്പ് ചെയ്ത് എല്ലാം ലാസ്റ്റ് ഒരു ഒറ്റ ക്ലസ്റ്റർ ആയിട്ട് നമ്മൾ അതിനെ ചെയ്യും. കണ്ടോ, ഇതാണ് വരുന്നത്. ഇങ്ങനെ ആയിരിക്കും ഓരോരോ ക്ലസ്റ്ററിങ് നടക്കുന്നത്. സോ അതിൽ കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. സിംഗിൾ ലിങ്കേജ് ഉണ്ട്, കംപ്ലീറ്റ് ലിങ്കേജ് ഉണ്ട്, ആവറേജ് ലിങ്കേജ് ഉണ്ട്, സെൻട്രിയോയിഡ് ലിങ്കേജ് ഉണ്ട്. സോ അതിന്റെ എല്ലാം ഇക്വേഷൻസും താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളോട് ടെൻഡ്രോഗ്രാം വരയ്ക്കാനായിട്ട് ചോദിക്കും. ലാസ്റ്റ്ലി നിങ്ങളോട് അതായത് ഇപ്പം നമ്മൾ കണ്ടല്ലോ, രണ്ട് പോയിന്റ്സ് കൂട്ടിയിട്ട് ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കും. ഇത് കണ്ടോ, P2 ഉം P3യും കൂടെ ക്ലസ്റ്റർ അപ്പ് ചെയ്ത് ഒരു ക്ലസ്റ്റർ ആയി. ആ P2 ഉം P3യും കൂടെ ക്ലസ്റ്റർ ആയത് P1 ആയിട്ട് ക്ലസ്റ്റർ ആയി. ഓക്കെ, അങ്ങനെയാണ് ഈ ടെൻഡ്രോഗ്രാം വരയ്ക്കുന്നത്. സോ അത് നിങ്ങളോട് വരയ്ക്കാനായിട്ട് എന്തായാലും ചോദിക്കും. സോ അതും നിങ്ങൾ പ്രോബ്ലത്തിൽ വരച്ച് വെക്കാം. ഓക്കെ, സോ ഇതൊരു പ്രോബ്ലം ആണ്. പല കോളേജിലും പല മെത്തേഡ്സ് ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവാം. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് നോക്കിയിട്ട് പോവാ. ഞാൻ ഷെയർ ചെയ്യുന്ന നോട്ട്സ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് പോവാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ക്ലസ്റ്റർ അപ്പ് ചെയ്ത് ലാസ്റ്റ് ഒരു ടെൻഡ്രോഗ്രാം പോലെ വരയ്ക്കും. ദെൻ കെ മീൻസിന്റെ ഒരു അൽഗോരിതം, ഒരു മെത്തേഡ് ആയിരിക്കും ചോദിക്കുന്നത്. കെ മീൻസിന്റെ ഇപ്പം എക്സാമ്പിൾ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സും വൈ എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ടായിരിക്കും. ആൻഡ് പുതിയൊരു പോയിന്റ്സ് അവിടെ ഇവിടെയൊക്കെ നമുക്ക് കാണാം. ആ പോയിന്റ്സിനെ നമ്മൾ ക്ലസ്റ്റർ അപ്പ് ചെയ്യണം. ഓക്കെ, സോ ക്ലസ്റ്റർ അപ്പ് ചെയ്യുമ്പം ഇതിവിടെയും യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും സെൻറ്റർ അപ്പ് ചെയ്യുന്നത്. ക്ലസ്റ്റർ അപ്പ് ചെയ്യുന്നത് ഇത് കണ്ടോ, ഈ പോയിന്റ്സിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്, അതായത് ഈ ഒരു പോയിന്റ്സിന്റെ അടുത്ത് വരുന്നതാണ് ഈ കിടക്കുന്ന മൂന്നെണ്ണം. അപ്പൊ ആദ്യമേ അത് മൂന്നും എന്താവും, ക്ലസ്റ്റർ അപ്പ് ആവും. ഓക്കെ, സോ അങ്ങനെ ആയിരിക്കും ഓരോ പോയിന്റ്സും എടുക്കാം, ഓരോന്നോരോന്നായിട്ട് ക്ലസ്റ്റർ അപ്പ് ചെയ്യും. ലാസ്റ്റ് ഫൈനലി ഉണ്ടോ, ഇത് 2 6 2 4 എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്ലസ്റ്റർ അപ്പ് ആയിട്ട് വരും. ഓക്കെ, സോ ഇങ്ങനെ ക്ലസ്റ്റർ അപ്പ് ചെയ്യാണ് കെ മീൻസ് വഴി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ അസോസിയേഷൻ റൂൾ മൈനിങ്ങിന്റെ അകത്ത് വരുന്നത് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഞാൻ പറഞ്ഞ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടായിരിക്കും, അതനുസരിച്ചായിരിക്കും നമ്മൾ ഓരോരോ കാര്യങ്ങൾ വരുന്നത്. സോ അതിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഒന്ന് സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത്, നമ്മളൊരു ഇപ്പൊ ഒരു ഇതിൻ്റെ അകത്തൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന ഒരു മോളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഐറ്റംസിന്റെ ആയിരിക്കും പറയുന്നത്. ഇത്രയും ഐറ്റംസ് നമുക്ക് ട്രാൻസാക്ഷൻ വഴി കിട്ടിയിട്ടുണ്ടായിരിക്കും. അത് സപ്പോർട്ട് കൗണ്ട് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ് ഓഫ് എ ഐറ്റം സെറ്റ്, എത്ര
പ്രാവശ്യം ആ ഐറ്റം സെറ്റ് വരുന്നുണ്ട് എന്നുള്ള കാര്യമായിരിക്കും സപ്പോർട്ട് കൗണ്ട്. ആൻഡ് ഫ്രീക്വൻസി ഐറ്റം സെറ്റ് എന്ന് പറയുന്നത് സപ്പോർട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രഷോൾഡ്. ത്രഷോൾഡ് വെച്ചിട്ടുണ്ടായിരിക്കും, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ എന്നുള്ളതായിരിക്കും ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് പറയുന്നത്. ആൻഡ് അസോസിയേഷൻ റൂൾ ഉണ്ടായിരിക്കും, അതായത് ഈ എക്സാമ്പിളിൻ്റെ അകത്ത് മിൽക്ക് ആൻഡ് ഡൈപ്പർ വാങ്ങിയ ആൾ ബിയർ കൂടെ വാങ്ങാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതായിരിക്കും അസോസിയേഷൻ റൂൾ ആയിട്ട് കാണിക്കുന്നത്. സോ ഇത് നിങ്ങളുടെ ഓരോ കോളേജസിലും പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇത് ഒരു ലെങ്തി ആയിട്ടുള്ള പോർഷനാണ്. സോ ജസ്റ്റ് ഒന്ന് ഇത് ബ്രീഫ് അപ്പ് ചെയ്ത് നോക്കി പോവുക, നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കാം. ജസ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, ദെൻ അപ്രയോറി അൽഗോരിതം. അപ്രയോറി അൽഗോരിതത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് അൽഗോരിതം വരയ്ക്കാമെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഓക്കെ, അതായത് ഇതാണ് മെയിൻ ആയിട്ട് അതിൻ്റെ അകത്ത് വരുന്നത്. ഒരു ട്രാൻസാക്ഷൻ വഴി നമുക്കൊരു ഐറ്റം സെറ്റ്സ് കിട്ടും. അതിൽ നമ്മൾ സപ്പോർട്ട് ഓഫ് എവ്രി ഐറ്റം കാൽക്കുലേറ്റ് ചെയ്യും. അതിൽ നമ്മളൊരു അസോസിയേഷൻ റൂൾ വെക്കും, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മിനിമം സപ്പോർട്ട് ആണെങ്കിൽ എസ് ആണെങ്കിൽ അതിലേക്ക് നമ്മൾ ഐറ്റംസ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ അത് റിമൂവ് ചെയ്യും. എന്താന്ന് വെച്ചാൽ ഇതൊരു ട്രാൻസാക്ഷൻ ലിസ്റ്റ് ആണ്. അതിലൊരു 1 ഐറ്റം സെറ്റിൽ ഫ്രീക്വൻസി സെറ്റപ്പ് ചെയ്യും. നമ്മൾ ഇതിലൊരു ത്രഷ് വെക്കും, 3 എന്ന് പറയുന്ന ഒരു ത്രഷ് ഫ്രീക്വൻസി വെക്കും. അതിന്റെ മുകളിലേക്ക് അല്ലെങ്കിൽ അതിന്റെ താഴേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ കട്ടപ്പ് ചെയ്ത് കളയും. 3 എന്താ പറയാ, അത് നമ്മുടെ അസോസിയേഷൻ റൂളിന് തെറ്റാണ്. അപ്പൊ അത് നമ്മൾ കട്ട് ചെയ്ത് കളയും. അതാണ് റിമൂവ് ചെയ്ത് കളയാന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കും. ഓക്കെ, സോ അങ്ങനെ നമ്മൾ ഓരോ ത്രഷ് ഹോൾഡും വെച്ച് ലാസ്റ്റ് നമുക്കൊരു ഒരു പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ. മിൽക്ക്, ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്ന ഒറ്റ ഫ്രീക്വൻസിയിലുള്ള ഒരു സെറ്റ് ഓഫ് ഇതായിരിക്കും കിട്ടുന്നത്. സോ അതായിരിക്കും അപ്രയോറി അൽഗോരിതം വെച്ചിട്ട് നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ മൊഡ്യൂൾ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് 4 and 5 മോസ്റ്റ്ലി വരുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത് പ്രോഗ്രാമിംഗ് സെക്ഷൻ ആണ് വരുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് അധികം പ്രോഗ്രാമിംഗ് സെക്ഷൻസും ഇല്ല. എന്നിരുന്നാലും 5th മൊഡ്യൂളിലാണ് കൂടുതലായിട്ട് പ്രോഗ്രാമിങ്ങിന്റെ വരുന്നത്. ഓക്കെ, 4th മൊഡ്യൂൾ ജസ്റ്റ് നോക്കാം. ലൈക്ക് 4th മൊഡ്യൂളിൻ്റെ അകത്ത് ബിഗ് ഡേറ്റ അനാലിസിസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, ബിഗ് ഡേറ്റയുടെ അനാലിസിസ് ആയിരിക്കും വരുന്നത്. ഇവിടെയും എന്താ പറയാ, ജസ്റ്റ് 2 ടൈപ്സേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതും ഈ ഒരു ബിഗ് ഡേറ്റയുടെ സംഭവങ്ങൾ മാത്രമായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ക്രെഡിറ്റ് റിസ്ക് മോഡലിംഗ് ഒക്കെ ചോദിക്കാവുന്നതാണ്. ആപ്ലിക്കേഷൻസ് 2 ഉള്ളതുകൊണ്ട് നിങ്ങളോട് 6 മാർക്കിന് ഒക്കെ ചോദിക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും ബിഗ് ഡേറ്റയുടെ. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് ബിഗ് ഡേറ്റ നിങ്ങൾക്ക് അറിയാം. ഇറ്റ്സ് ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്, നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ്സ് റൈസിങ് അപ്പ് വെരി ഹൈ. ഓക്കെ, സോ അത് ഡയഗ്നോസ് അപ്പ് ചെയ്ത് എങ്ങനെയായിരിക്കും നമ്മൾ അതിനെ സ്റ്റോർ അപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും ബിഗ് ഡേറ്റയിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ ബിഗ് ഡേറ്റ എന്ന് പറയുന്നത് 3 V's വെച്ചിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ബിഗ് ഡേറ്റ 3 അട്രിബ്യൂട്ട്സ് വെച്ചിട്ടായിരിക്കും വരുന്നത്. സോ ദാറ്റ് ഇസ് വോളിയം, വെറൈറ്റി ആൻഡ് വെലോസിറ്റി. വെലോസിറ്റി എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ന്യൂ ഡേറ്റ ക്രിയേഷൻ ആൻഡ് ഗ്രോത്ത്. ഓക്കെ, അതായിരിക്കും വെലോസിറ്റിയിൽ വരുന്നത്. എങ്ങനെയായിരിക്കും അത് ഡേറ്റ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും ഗ്രോത്ത് എന്നുള്ള കാര്യം. ആൻഡ് വെറൈറ്റി നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് അബൌട്ട് ഡേറ്റ ടൈപ്സോ അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സോ ഉള്ളതായിരിക്കും. സോ ഈ 3 V's ആയിരിക്കും ബിഗ് ഡേറ്റേനെ എന്ത് ചെയ്യുന്നത്, സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സോ ഡെഫിനിഷൻ ഉണ്ട്. വാട്ട് ഈസ് ബിഗ് ഡേറ്റ എന്ന് ചോദിച്ചാൽ ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് 2 or 1 മാർക്സ് അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്. ഓക്കെ, സോ വാട്ട് ഈസ് ബിഗ് ഡേറ്റ എന്ന് പറയുന്നത് നോക്കുക. ദെൻ അതിൻ്റെ അകത്ത് വരുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സ്, ബിഗ് ഡേറ്റയിലെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു, എന്താ പറയാ, ലാർജ് നമ്പർ ഓഫ് ഡേറ്റ ഉണ്ട്. അതിനെ പല തരത്തിലാണ് നമ്മളത് ക്യാരക്ടറൈസ് ചെയ്യുന്നത്. സ്ട്രക്ചേർഡ് ഉണ്ടായിരിക്കും, സെമി സ്ട്രക്ചേർഡ് ഉണ്ടായിരിക്കും, ക്വാസി സ്ട്രക്ചേർഡ് ഉണ്ടായിരിക്കും, അൺസ്ട്രക്ചേർഡ് ഉണ്ടായിരിക്കും. ഓക്കെ, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റാസ് ഉണ്ടായിരിക്കും, കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റ. അതിൽ എക്സാമ്പിൾസും കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ എഴുതുമ്പോൾ ഫിഗേഴ്സും എക്സാമ്പിൾസും ഒക്കെ എന്തിനെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പഠിക്കാനായിട്ട് നോക്കുക. അതെല്ലാം കൂടുതൽ പഠിക്കാൻ നോക്കുക. ഓക്കെ, സോ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആയിരിക്കും നമുക്ക് ഒരു കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ അപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇപ്പൊ സ്ട്രക്ചേർഡ് ഡേറ്റയിലൊക്കെ ആണെങ്കിൽ ലൈക്ക് എന്താ പറയാ, ഡേറ്റ ക്യൂബ്സ്, CSV ഫയൽസ്, അതെല്ലാം സ്ട്രക്ചേർഡ് ആയിരിക്കും. ഈ സൈഡിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റാസ് എല്ലാം സ്ട്രക്ചേർഡ് ഡേറ്റ, എല്ലാം ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ സ്ട്രക്ചർ ചെയ്ത്. ആൻഡ് സെമി സ്ട്രക്ചേർഡ് എന്ന് പറയുമ്പോൾ നോക്കിക്കേ, നിങ്ങളുടെ XML ഫയൽസ് എല്ലാം സെമി സ്ട്രക്ചേർഡ് ആയിരിക്കും. ക്വാസി സ്ട്രക്ചേർഡ് എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് എറാറ്റിക് ഡേറ്റ ഫോർമാറ്റ്സ് ഒക്കെയുള്ള കുറച്ച് ടെക്സ്ച്വൽ
ടെക്സ്റ്റ് അല്ലെങ്കിൽ പാരഗ്രാഫ് വൈസ് ഒക്കെ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഡേറ്റനെയാണ് ക്വാസി എന്ന് പറയുന്നത്. അൺസ്ട്രക്ചേർഡ് എന്ന് പറയുന്നത് അതിൽ വലിയ സ്ട്രക്ചർ ഒന്നുമില്ല, ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചിട്ടൊന്നുമില്ല. നമ്മുടെ എന്താ പറയാ ഇമേജസോ വീഡിയോസോ അങ്ങനത്തെ ഉള്ള ടൈപ്പ് ഓഫ് ഡേറ്റ അൺസ്ട്രക്ചേർഡ് ഡേറ്റ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ മെയിൻ ടൈപ്സ് ഓഫ് ഡേറ്റ സ്ട്രക്ചേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്റ്റേറ്റ് ഓഫ് പ്രാക്ടീസ് ഇൻ അനലിറ്റിക്സ്. ഓക്കെ, ഇത് നിങ്ങളോട് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. വാട്ട് ഇസ് ദ സ്റ്റേറ്റ് ഓഫ് വാട്ട് യു മീൻ ബൈ സ്റ്റേറ്റ് ഓഫ് ദ പ്രാക്ടീസ് ഇൻ അനാലിറ്റിക്സ് എന്നുള്ള ഓപ്ഷൻസ് ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ അതിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് വരുന്ന ബിസിനസ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത്, നമുക്കൊന്നെങ്കിൽ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ ഒപ്റ്റിമൈസ് ചെയ്യാം. എങ്ങനെയൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യാം? സെയിൽസ്, പ്രൈസസ്, പ്രോഫിറ്റ്, എഫിഷ്യൻസി എല്ലാം നോക്കിയിട്ട് നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ദ ബിസിനസ് റിസ്ക്, ഒന്നുകിൽ കസ്റ്റമർ ചേൺ, നിങ്ങൾക്കറിയാം കസ്റ്റമർ ഫ്രോഡ്നെസ്, ഡിഫോൾട്ട്, അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ബിസിനസ് റിസ്കിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അല്ലെങ്കിൽ ചിലപ്പം വി ഹാവ് ടു പ്രെഡിക്ട് ന്യൂ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്. എങ്ങനെയായിരിക്കും പുതിയൊരു ബിസിനസ് നോക്കാം എന്നുള്ളെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ നോക്കുക. അതായത് നമ്മുടെ പ്രോഫിറ്റും നമ്മുടെ പുതിയ കസ്റ്റമറിന്റെ ആവശ്യങ്ങളും അപ്സെല്ലും ഒക്കെ നോക്കിയിട്ടായിരിക്കും പുതിയൊരു ബിസിനസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഇപ്പം ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കസ്റ്റമറിന് അത് ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ്, അതെങ്ങനെ വന്നാൽ നമ്മുടെ ബിസിനസ്സിനെ എങ്ങനെ നല്ലപോലെ ആക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് ലോസും റെഗുലേറ്ററി റിക്വയർമെന്റ്സ് ആയിരിക്കും. അതായത് ഈ പറയുന്ന ആന്റി മണി ലോണ്ടറിങ്ങും ഫെയർ ലെൻഡിങ്ങും ഒക്കെ വരുന്ന കുറച്ച് അതിൻ്റെ അകത്ത് ലോ പരമായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളും അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളായിരിക്കും അതിൻ്റെ അകത്ത് ബോക്സിൽ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് എക്സാജറേറ്റ് ചെയ്തിട്ടായിരിക്കും ദെൻ താഴെ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കേസസ് എന്ന് പറയുന്നത് അനലിറ്റിക്കിന്റെ ആർക്കിടെക്ചർ. ഓക്കെ, ആർക്കിടെക്ചർ ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് പോവുക. കറണ്ട് അനലിറ്റിക്കൽ ആർക്കിടെക്ചർ, അതായത് 4th മൊഡ്യൂളിലെ അനലിറ്റിക്കൽ ആർക്കിടെക്ചർ ആണ്. 3rd മൊഡ്യൂളിൽ വേറെ ഒരു അനാലിറ്റിക്കൽ പ്രോസസ് മോഡൽ ഉണ്ടായിരുന്നു. അത് രണ്ടും സെയിം അല്ല, രണ്ടും രണ്ടാണ്, അത് മാറിപ്പോകരുത്. ഓക്കെ, ദെൻ ഇത് ജസ്റ്റ് ബിഗ് ഡേറ്റ എവിടെ നിന്നൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ്. അത് ഓരോരോ വർഷങ്ങളിൽ, അത് 1990s അത് ഒറാക്കിൾസ് ആപ്പ് ഒക്കെ ആയിരുന്നു, ടെറാബൈറ്റ്സിലായിരുന്നു. 2000s വരുമ്പോൾ അത് വേർഡ് ഫയല്, എക്സല്, PDF, പെറ്റാബൈറ്റ്സിലായിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, 2010 ഒക്കെ ആയപ്പോഴേക്കും ഫേസ്ബുക്ക്, യൂട്യൂബ്, അതിൽ നിന്നെല്ലാം നമുക്ക് ഡേറ്റാസ് കിട്ടി തുടങ്ങി. അതെല്ലാം എക്സാബൈറ്റ്സിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ ബിഗ് ഡേറ്റ ഡ്രൈവേഴ്സ്. എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ബിഗ് ഡേറ്റാസ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്ന ഡേറ്റ എക്കോസിസ്റ്റം, അല്ലെങ്കിൽ ദർ ആർ മെയിൻ 4 ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. ഡേറ്റയുടെ തന്നെ മെയിൻ 4 ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. ഡേറ്റ ഡിവൈസസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഈ ഓൺലൈൻ ഗെയിംസ് ഒക്കെ ഉണ്ടായിരിക്കും, PC ത്രൂ സ്മാർട്ട് ഫോൺ, അതൊക്കെ ആയിരിക്കും ഡേറ്റ ഡിവൈസസ്. അതിലെല്ലാം ആയിരിക്കും ഡേറ്റാസ് വെച്ചിട്ടുണ്ടാവുന്നത്. ഓക്കെ, സോ അങ്ങനെ ഡേറ്റ ഡിവൈസസ്. ഡേറ്റ കളക്ടേഴ്സ് എന്ന് വെച്ചാൽ എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഡേറ്റ കളക്ടപ്പ് ചെയ്യുന്നത് അത്. ആൻഡ് ഡേറ്റ അഗ്രിഗേറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഫ്രം ദ ഡിഫറെന്റ് എൻറ്റിറ്റീസ് ഫ്രം ദ സെൻസർ നെറ്റ് ഓർ IoT പോലത്തെ പ്ലാറ്റ്ഫോംസിൽ നിന്ന് ഒക്കെ അഗ്രിഗേറ്റേഴ്സ് ആയിട്ട് വരിക, അതായിരിക്കും ഡേറ്റ അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് ഡേറ്റ യൂസേഴ്സ് ആൻഡ് ബയേഴ്സ്. ആരൊക്കെയാണ് യൂസപ്പ് ചെയ്യുന്നത്, ആരൊക്കെയാണ് ഡേറ്റ ബൈ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. നമ്മുടെ ഈ ബാങ്കേഴ്സ്, അവരൊക്കെ മെയിൻലി നമ്മുടെ റീറ്റെയിൽ ബാങ്ക്സ് ഒക്കെ നമ്മൾ ഡേറ്റ ബയേഴ്സ് ആയിട്ടായിരിക്കും ആക്ടപ്പ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് ദി ബിഗ് ഡേറ്റ എക്കോസിസ്റ്റം. വേണമെങ്കിൽ ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ല ബിഗ് ഡേറ്റ എക്കോസിസ്റ്റം, വേണമെങ്കിൽ ചോദിക്കാം. ബിഗ് ഡേറ്റ എക്കോസിസ്റ്റത്തിനുള്ളിൽ നമ്മളിപ്പം നമ്മുടെ എക്കോസിസ്റ്റംസ് ഒക്കെ പറയുമല്ലോ, ഇപ്പം അങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ ബിഗ് ഡേറ്റ എക്കോസിസ്റ്റത്തിൽ ആരൊക്കെയുണ്ട്, അതിലാണ് ഡേറ്റ ഡിവൈസസ്, യൂസേഴ്സ്, ബയേഴ്സ്, ഡേറ്റ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഡേറ്റ അഗ്രിഗേറ്റേഴ്സ് ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം, കണ്ടോ, ഫിഗർ വരയ്ക്കുക, ജസ്റ്റ് അതിനെക്കുറിച്ച് ബ്രീഫ് ഔട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ആ എക്കോസിസ്റ്റത്തിൽ വരുന്ന 3 കീ റോൾസുകൾ വഹിക്കുന്ന ആൾക്കാരാണ്. ഒന്ന് ഡീപ് അനലിറ്റിക്കൽ ടാലൻസ് ഉള്ളവരുണ്ടായിരിക്കും, പ്രൊഫഷണൽസ് ഉണ്ടായിരിക്കും, ടെക്നോളജി എനേബിളേഴ്സ്
ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ദി ദെൻ മെയിൻലി വരുന്നതാണ് ഈ ബിഗ് ഡേറ്റയുടെ ആപ്ലിക്കേഷൻസ്. അത് ക്രെഡിറ്റ് റിസ്ക് മോഡലിംഗിൽ ആയിരിക്കും മെയിൻലി വരുന്നത്. സോ അതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു 2 സ്നാപ്ഷോട്ട്സ് പോലത്തെ കാര്യങ്ങൾ എടുക്കും. ഓക്കെ, അതായത് ക്രെഡിറ്റ് റിസ്ക് മോഡലിംഗ് ആണ് മെയിൻലി വരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ക്രെഡിറ്റ് വർത്തിനെസിന്റെ ബേസിസിലായിരിക്കും ഈ മോഡൽസ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇൻ കേസ് നമ്മളൊരു എന്താ പറയുക, ഇതൊരു സെറ്റ് ഓഫ് ഡേറ്റ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ ആൾക്കാരുടെ പേരുകൾ, ഏജ്, എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ്, അതെല്ലാം വെച്ചിട്ട് നമുക്ക് ഒരു അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് അതിൽ നിന്ന് എന്തൊക്കെ കിട്ടുന്നുള്ളത്. അപ്പം ഏജ് 1 എന്ന് പറയുമ്പോൾ ഒരാള് അപ് ടു 26 ഏജിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 100 പോയിന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഓരോരോ പോയിന്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഇതിനെ വെക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ പുറത്ത് പോകണമെങ്കിൽ, പുറത്ത് പോകണമെങ്കിൽ നമുക്ക് ഇത്രയും പോയിന്റ്സ് വേണം. ഇപ്പൊ അയാൾ മാരീഡ് ആണെങ്കിൽ ഇത്രയും പോയിന്റ്സ്, അയാൾ ഇത്രയും ഡിഗ്രി കഴിഞ്ഞെങ്കിൽ ഇത്രയും പോയിന്റ്സ്, അങ്ങനെയുള്ള പോയിന്റ്സ് ഉണ്ടായിരിക്കും. അതേപോലെ സെയിം തന്നെ ക്രെഡിറ്റ് റിസ്ക് മോഡലിംഗിൽ ഇത്രയും കാര്യങ്ങൾ, ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഓരോ അട്രിബ്യൂട്ട്സ് ആക്കി, പോയിന്റ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് ക്രെഡിറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്രയും പോയിന്റ്സ് തികഞ്ഞെങ്കിൽ ആൾക്ക് കൊടുക്കാം എന്നുള്ളൊരു ബേസിസിലാണ് അത് യൂഷ്വലി ബാങ്കിലൊക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ അതെല്ലാം നമ്മൾ ഒരാൾക്ക് ക്രെഡിറ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അയാളുടെ ഇൻഫോർമേഷൻസും, അയാൾ നേരത്തെ എങ്ങാനും ലോൺ എടുത്ത ആളാണോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഡേറ്റയെ നമ്മൾ അനാലിസിസ് ചെയ്തിട്ടാണ് ഒരാൾക്കൊരു ഡേറ്റ അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്നത്, ക്രെഡിറ്റ് നമ്മൾ അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്നത്. സോ അതിനെല്ലാം അങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഈ പറയുന്ന ഡേറ്റ അനാലിസിസ് വഴിയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിനോരോ കുറച്ച് എന്താ പറയുക, മാത്തമാറ്റിക്കൽ കുറേ ഉണ്ട്. ജസ്റ്റ് നിങ്ങളത് ബ്രീഫ് അപ്പ് ചെയ്തിട്ട് എങ്ങനെയാ ജസ്റ്റ് ഒന്ന് ഒറ്റൊരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ഇത്രയും ഇക്വേഷൻസ് പഠിക്കണം നിർബന്ധമില്ല. ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ, ഈ ഒരു ഇക്വേഷൻ പി ഓഫ് കസ്റ്റമർ ഈക്വൽ ടു അത് എഴുതി കഴിഞ്ഞാൽ ജസ്റ്റ് അടുത്ത് വേണമെങ്കിൽ സ്കോർ ഈക്വൽ ടു ഓഫ്സെറ്റ് പ്ലസ് ഫാക്ടർ ഇൻഡു എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതിയിട്ട് ലാസ്റ്റത്തെ ഇക്വേഷനും കൂടെ എഴുതിയാൽ മാത്രം മതി. ഓക്കെ, സോ ഇത്ര വലിയ കാര്യമായിട്ട് അങ്ങനെ എഴുതാൻ നിർബന്ധമില്ല. ഓക്കെ, ദെൻ വരുന്നത് ബിസിനസ് പ്രോസസ് അനലിറ്റിക്സ്. ഒരു ബിസിനസ് പ്രോസസ് മോഡലാണ് കാണിച്ചിരിക്കുന്നത്. ഇതും ഇതേപോലെ തന്നെ ഈ പറയുന്ന ഓരോ ബോക്സ് ആയിട്ട് നിങ്ങൾ എഴുതണം. അതേപോലെ തന്നെ BPM എന്ന് പറയുന്നത് ബിസിനസ് പ്രോസസ് മാനേജ്മെന്റിന്റെ ലൈഫ് സൈക്കിൾ. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ലൈഫ് സൈക്കിൾ ചോദിക്കാം. ഈ പറയുന്ന ആദ്യം നമ്മൾ മോണിറ്റർ ചെയ്യുക, ഒപ്റ്റിമൈസ് ചെയ്യുക, ഡിസൈൻ ചെയ്യുക, അതിനെ മോഡലപ്പ് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് ബിസിനസ് പ്രോസസ്സിന്റെ ലൈഫ് സൈക്കിളാണ്. ഓക്കെ, സോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എന്താ ഈ പറയുന്ന നോട്ട്സിലുള്ളത് അങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്രീഫ് പോലെ ഒന്ന് വായിച്ചു നോക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ഫിഗേഴ്സ് തന്നെ. ആ ഫിഗേഴ്സിൽ നിന്ന് തന്നെ നിങ്ങൾക്കത് എക്സാജറേറ്റ് ചെയ്ത് എഴുതാവുന്നതേ ഉള്ളൂ. ഫിഗേഴ്സ് ഉണ്ടോയെന്ന് പ്രത്യേകമായിട്ട് എല്ലാ ടീച്ചേഴ്സും നോക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വാല്യൂ അപ്പ് ചെയ്യുമ്പോൾ അതിൽ നോക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഈ പറയുന്ന മാപ്പ് റെഡ്യൂസ് എന്ന് പറയുന്നത്. മാപ്പ് റെഡ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ ലാർജർ ആയിട്ടുള്ള ടാസ്കിനെ സ്മോളർ ആയിട്ട് ഡിവൈഡ് അപ്പ് ചെയ്യും, എന്നിട്ട് അതെല്ലാം പാരലലി റൺ അപ്പ് ചെയ്യും. ഓക്കെ, സോ മാപ്പ് റെഡ്യൂസിൽ 2 സ്റ്റെപ്പാണുള്ളത്, മാപ്പിംഗ് ആൻഡ് റെഡ്യൂസിങ്. മാപ്പിംഗ് എന്ന് പറയുന്നത് അതിലേക്കൊരു ഓപ്പറേഷൻ, ഒരു പീസ് ഓഫ് ഡേറ്റയിലേക്ക് നമ്മളൊരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു അൽഗോരിതം അതിലേക്ക് അപ്ലൈ അപ്പ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് റെഡ്യൂസ് എന്ന് പറയുന്നത് ആ എല്ലാ ഔട്ട്പുട്ട്സിനെയും, അതായത് ഇപ്പോൾ ഒരു 10 സ്റ്റുഡൻസിലേക്ക് ഒരു അൽഗോരിതം നമ്മൾ അപ്ലൈ ചെയ്യുന്നു, അനദർ 10ലേക്ക് ഒരു അപ്ലൈ ചെയ്യുന്നു, എല്ലാത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. അതിനെല്ലാം കൂടെ കൺസോളിഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് റെഡ്യൂസ് എന്ന് പറയുന്ന ആൾ ചെയ്യുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾ എഴുതാം. എക്സാമ്പിൾ ഈ പറയുന്ന പോലെ ഫോർ ഈച്ച് വേർഡ് ഇൻ ഈച്ച് സ്ട്രിങ്ങിൽ എന്ത് മാപ്പ് അപ്പ് ചെയ്ത് വരുമ്പോൾ 4 1 ഈച്ച് 1, അതായത് 4 1, അതായത് 4 ഒരു പ്രാവശ്യം വന്നു, ഈച്ച് 1 പ്രാവശ്യം വന്നു, വേർഡ് 1 പ്രാവശ്യം വന്നു, അങ്ങനെ ഗ്രൂപ്പ് അപ്പ് ചെയ്ത് പോവാം. ഓക്കെ, സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നെക്സ്റ്റ് വരുന്നത് അപ്പാച്ചെ ഹാഡ്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ഇതിന്റെ പ്രോഗ്രാംസ് ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് പ്രോഗ്രാംസ് എല്ലാം ഇതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റീസ് ആണ് ഇതെല്ലാം. ഓക്കെ, സോ അപ്പാച്ചെ ഹാഡ്യൂബ് എന്താന്ന് ചോദിക്കാം. അത് ഒരു സോഫ്റ്റ്വെയർ ഫ്രെയിം വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ബിഗ് ഡേറ്റ സ്റ്റോർ അപ്പ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്കാണ്. അതായത് മാപ്പ് റെഡ്യൂസ് മോഡലിംഗ് വെച്ചിട്ട് നമ്മൾ യൂസ് അപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഫ്രെയിം വർക്കാണ്. ഓക്കെ, സോ അതിന്റെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ചോദിക്കാം. അത് ഫോൾട്ട് ടോളറൻ്റ് ആണ്,
പ്രീ പ്രോസസ്സിംഗ് ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും, റിലയബിൾ ആയിരിക്കും, സ്കെയിലബിൾ ആയിരിക്കും, അവൈലബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഹാഡൂബിനെ കുറിച്ച് പറയാവുന്നതാണ്. ഓക്കെ, ദെൻ അതിന്റെ ബേസിക് ആയിട്ടുള്ള 4 കോർ കമ്പോണൻസ് ആണ് ഇതിലുള്ളത്. ഹാഡൂബ് കോമൺ എന്ന് പറയുമ്പോൾ അതിൽ കോമൺ ലൈബ്രറീസും യൂട്ടിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ്. കുറച്ച് പ്രോഗ്രാമിംഗ് പരമായിട്ടായിരിക്കും ഹാഡൂബിന്റെ അകത്ത് ഇനി ഇങ്ങോട്ട് വരുന്ന എല്ലാം കുറച്ച് പ്രോഗ്രാമിംഗ് സെൻസിലോട്ടാണ് വരുന്നത്. ഓക്കെ, ഹാഡൂബ് യാൺ എന്ന് പറയുന്നത് ഇറ്റ് അലോക്കേറ്റ്സ് റിസോഴ്സസ്, അതായത് ഇറ്റ് അലൗ ഡിഫറെന്റ് യൂസേഴ്സ് ടു എക്സിക്യൂട്ട് വേരിയസ് ആപ്ലിക്കേഷൻസ് വിത്തൗട്ട് വറിയിങ് ദ ഇൻക്രീസ്ഡ് വർക്ക് ലോഡ്സ് ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ നമ്മൾ റിസോഴ്സസ് ഡിഫറെന്റ് യൂസേഴ്സിന് ഡിഫറെന്റ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഹാഡൂബ് യാൺ എന്ന് പറയുന്നത്. HDFs എന്ന് പറയുന്നത് ഹാഡൂബിന്റെ ഫയൽ സിസ്റ്റം ആയിരിക്കും. ഓക്കെ, അതെന്ന് പറയുന്നത് ഒരു ചെറിയൊരു ബ്ലോക്ക് ഓഫ് മെമ്മറി ആയിരിക്കും. അത് ഇറ്റ് വിൽ ബി ഡിസ്ട്രിബ്യൂട്ട് സംവേ അക്രോസ് ദ ക്ലസ്റ്റർ ആയിരിക്കും. ദെൻ മാപ്പ് റെഡ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഓരോന്നും ഓരോ ചെറിയ സ്മോൾ ബ്ലോക്സ് ആക്കും, എന്നിട്ട് ഇത് പാരലലി ഫാബ്രിക്കേറ്റ് ചെയ്ത് അത് റണ്ണപ്പ് ചെയ്യും. ഓക്കെ, ദെൻ ഹാഡൂബിന്റെ അകത്ത് വരുന്ന മോഡ് ഓഫ് ഇൻസ്റ്റാളേഷൻസ് ഒന്നെങ്കിൽ അത് ഫുള്ളി ഡിസ്ട്രിബ്യൂട്ടഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്യൂഡോ പകുതി, അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ പോലെ തന്നെ എടുക്കാവുന്നതാണ്. ഓക്കെ, സോ ഇത് ഞാൻ കൊടുത്തിരിക്കുന്നത് എക്സ്പ്ലെയിൻ ഹാഡൂബ് എക്കോ സിസ്റ്റം ഇൻ ഡീറ്റെയിൽ എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്ന ക്വസ്റ്റ്യൻസിന്റെ അകത്ത് നിന്ന് ഞാൻ എടുത്ത ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് കിട്ടിയ ക്വസ്റ്റ്യൻ ആണ് ഹാഡൂബ് എക്കോ സിസ്റ്റം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറഞ്ഞിട്ട്. സോ ഇത് തന്നെയാണ് ഈ ഒരു ഫിഗർ വരയ്ക്കുക. അതിലെല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു മാനേജ്മെന്റ് ഉണ്ടായിരിക്കും, അത് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അത് സ്കെഡ്യൂൾ ചെയ്യുന്ന ഒരാളുണ്ടായിരിക്കും, കോർഡിനേഷന് വേണ്ടിയിട്ട് ഒരാൾ ഉണ്ടായിരിക്കും, ദെൻ സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നത്, സ്ക്രിപ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ പ്രോഗ്രാംസ് ഒക്കെ ആയിരിക്കും. ലൈക്ക് പിഗ് എന്ന് പറയുന്ന ഒരു ഡേറ്റ ഫ്ലോ ലാംഗ്വേജ് ആണ്. ഓക്കെ, അതിൻ്റെ എല്ലാം ബ്രീഫപ്പ് കൊടുത്തിട്ടുണ്ട് മേളിൽ. സോ മെയിൻ ആയിട്ട് അപ്പാച്ചയുടെ ഹാഡൂബ് എക്കോ സിസ്റ്റം പഠിക്കാം, അതിൻ്റെ ടൈപ്സുകൾ പഠിക്കാം. ഓക്കെ, ദെൻ HDFSന്റെ നിങ്ങൾക്ക് ഇത്രയും വാസ്റ്റപ്പ് ആയിട്ട് ചോദിക്കണം നിർബന്ധമില്ല. ജസ്റ്റ് HDFS എന്താണ്, ഇറ്റ്സ് എ ബേസിക് സ്റ്റോറേജ് സിസ്റ്റം ആയിരിക്കും ഹാഡൂബിലെ. ജസ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. ഓക്കെ, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ഫീച്ചേഴ്സ് ഒക്കെ ഒന്ന് ഈ ഒരു ഫിഗർ മാത്രം ജസ്റ്റ് നോക്കി വെക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എക്സാജറേറ്റ് ചെയ്ത് നിങ്ങൾ അത് എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായെന്നുള്ള കാര്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഫീച്ചേഴ്സ് നോക്കാം. ദെൻ HDFSന്റെ എന്താ പറയുക, ഡെമോൺസ് എന്ന് പറയുന്നത് അതിന്റെ എലമെന്റ്സ് ആണ്. HDFSന് എന്തൊക്കെ എലമെന്റ്സ് ഉണ്ട്? ഒരു നെയിം നോഡ് ഉണ്ടായിരിക്കും, അതിന് ഒരു ഡേറ്റ നോഡ് ഉണ്ടായിരിക്കും, ദെൻ ഒരു സെക്കൻഡറി നെയിം നോഡ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ എന്താണെന്ന് നോക്കുക. ജസ്റ്റ് എന്തെങ്കിലും നോട്ട് ഫെയിലിയേഴ്സ് ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു പ്രൈമറി ആയിട്ടുള്ള നെയിം നോഡ് എന്തെങ്കിലും ഫെയിലിയർ വരുവാണെങ്കിൽ നമ്മൾ സെക്കൻഡറി എടുക്കും. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, സോ ഈ ഒരു ഫിഗർ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ നെയിം നോഡ് ആൻഡ് ഡേറ്റ നോഡ് പഠിച്ചിട്ട് പോവാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, ഇത് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് കിട്ടിയതാണ്. മേ ബി യൂഷ്വലി വേണമെങ്കിൽ ചോദിക്കാം, ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. HDFSന്റെ ഫയൽ ഓപ്പറേഷൻസ് നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലൈക്ക് HDFSന്റെ ഒരു OSന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാബിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു ഡയറക്ടർ ക്രിയേറ്റ് ചെയ്യാനൊക്കെ എങ്ങനെയാണെന്ന് MKDIR വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ജസ്റ്റ് എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിന്റെ കൂടെ ഒരു HDFS എന്ന് പറയുന്ന ഒരു സിൻടാക്സും കൂടെ കയറി വരും. അത് മാത്രമേ അതിൻ്റെ അകത്ത് പറയാനുള്ളൂ. ഓക്കെ, ദെൻ ഡെവലപ്പിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് എ ഹാഡൂബ് മാപ്പ് റെഡ്യൂസ് പ്രോഗ്രാം. സോ അതൊരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ഏറ്റവും ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് നമ്മൾ ഹാഡൂബിന്റെ പ്രോഗ്രാമിംഗ് സെക്ഷനിലേക്ക് പോവുകയാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് C പ്രോഗ്രാമിംഗ്, പൈത്തൺ, ഇത് വേണമെങ്കിൽ നമുക്ക് യൂസപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്നത് ജാവ കോഡായിരിക്കും. യൂസിങ് IDE എന്ന് പറയുന്ന എൻവയോൺമെന്റ് വെച്ചിട്ട് ബെനഫിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ഹൗ ഡു യു ഫൈൻഡ് ദ ഒക്വറൻസസ് ഓഫ് എ വേർഡ് ഇൻ എ ഡേറ്റ സെറ്റ് യൂസിങ് HDFS എൻവയോൺമെന്റ്? ഇത് യൂഷ്വലി നിങ്ങളോട് ഓർ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഇത് പഠിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ എഴുതാവുന്നതാണ്. ഓക്കെ, എങ്ങനെ നിങ്ങൾ HDFSൽ ഒരു ഡേറ്റ സെറ്റിൽ ഒക്വറൻസസ് ഓഫ് വേർഡ് കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അതിനുള്ള സ്യൂഡോ കോഡും കൂടെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തെ കാര്യങ്ങൾ നോക്കാവുന്നതാണ്. ലൈക്ക് സ്റ്റെപ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് വേർഡ് കൗണ്ട് കണ്ടുപിടിക്കുന്നത്? ആദ്യം ഒരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, അതിലേക്ക് ഡേറ്റ ടെക്സ്റ്റ് ഫയലിനെ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ദെൻ നമ്മളൊരു ഡയറക്ടറി ആദ്യമേ ക്രിയേറ്റ് ചെയ്യുന്നു, ഒരു ഡേറ്റ ഫയലിനെ അപ്ലോഡ് ചെയ്യുന്നു.
ദെൻ നമ്മളത് വെച്ചിട്ട് മാപ്പ് റെഡ്യൂസിന്റെ പ്രോഗ്രാം എഴുതും. സോ ഈ പ്രോഗ്രാം ജസ്റ്റ് നിങ്ങളൊന്ന് എന്താ പറയുക, അതിന് എസെൻഷ്യൽ ആയിട്ടുള്ള ലൈബ്രറീസ് എല്ലാം കൊടുക്കുന്നു, ദെൻ അതിന്റെ ഒരു പ്രോഗ്രാം സെറ്റ് എഴുതുന്നു. ഓക്കെ, സോ ഇതായിരിക്കും ബേസിക്കലി വരുന്നത്. ആൻഡ് വേറൊരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ദ സ്റ്റെപ്സ് ടു കോൺഫിഗർ Hadoop മാപ്പ് റെഡ്യൂസ് എൻവയോൺമെന്റ് ഇൻ ഇലെക്സ് ഫോർ ഡെവലപ്പിംഗ് എ മാപ്പ് റെഡ്യൂസ് പ്രോഗ്രാം. അതും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ സ്റ്റെപ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതാദ്യമേ ഒരു ജാവ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം, അങ്ങനത്തെ സ്റ്റെപ്സുകൾ കുറച്ചുണ്ട്. അതിന്റെ പാത്തുകൾ, അതിന്റെ വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ അപ്പ് ചെയ്യുക, അതിന്റെ കമാൻഡ്സുകൾ ഡിക്ലെയർ അപ്പ് ചെയ്യുക, ദെൻ ഹാഡൂബ് ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനത്തെ ആ സ്റ്റെപ്പുകൾ മാത്രം എഴുതുക. ഇത് ഇത്ര ലെങ്തി ആയിട്ട് നിങ്ങൾ പോകണ്ട. ഞാൻ പറഞ്ഞല്ലോ 1, 2, 3 എന്ന് പറഞ്ഞ സ്റ്റെപ്പുകളുണ്ട്. അതൊന്ന് ജസ്റ്റ് ബ്രീഫ് അപ്പ് ചെയ്താൽ മാത്രം മതി. ഇത്രയും ലെങ്തി ആയിട്ട് അത് പോകണമെന്നില്ല. ജസ്റ്റ് കണ്ടോ, സ്റ്റെപ്പ് 2, 3 എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് മാത്രം മതി, അത് മാത്രം മതി. പിന്നെ അതിൽ എന്താണ് സംഭവിക്കുന്നത് കാര്യങ്ങളൊന്നും ഓവർവ്യൂ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദ മൊഡ്യൂൾ 5. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദി മൊഡ്യൂൾ 5. മൊഡ്യൂൾ 5 ഇറ്റ്സ് എന്താ പറയുക, ഒരു പ്രോഗ്രാം, മെയിൻലി ആർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്കാണ് അത് പോകുന്നത്. അതിൽ മോസ്റ്റ്ലി നമുക്ക് എന്താ പറയുക, ഡാറ്റ അനാലിസിസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആർ പ്രോഗ്രാമിങ്. സോ അതിൻ്റെ അകത്ത് കുറച്ച് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് നമ്മൾ നോക്കിയാൽ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് റെഫറപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ പോകാട്ടോ. ഇൻ കേസ് ആ ഒരു 5th മോഡ്യൂൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് കുറെ കുട്ടികൾ പറയാറുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എങ്ങാനും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 5th മോഡ്യൂളിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നോക്കാവുന്ന. ഓക്കെ, സോ ഇതിൻ്റെ അകത്ത് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നോക്കിക്കേ, ഇതുണ്ടോ 5th മോഡ്യൂളിൽ റൈറ്റ് എ പ്രോഗ്രാം ടു, എല്ലാം പ്രോഗ്രാം ആണ് ചോദിക്കുന്നത്. ഓക്കെ, പ്രോഗ്രാം ടു ഇമ്പോർട്ട് ഡേറ്റ ഫ്രം എ CSV ഫയൽ ടു ആർ, ഡെമോൺസ്ട്രേറ്റ് ദാറ്റ് ആൻഡ് ഡെമോൺസ്ട്രേറ്റ് എനി ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഡെമോൺസ്ട്രേറ്റ് ദ ഡേറ്റ വിഷ്വലൈസേഷൻ ഫീച്ചേഴ്സ് വിത്ത് ആർ, ദെൻ ഹൗ എക്സ്പ്ലോറട്ടറി ഡേറ്റ അനാലിസിസ് ഇസ് ഡൺ വിത്ത് ആർ. അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. വേറൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് സെയിം പോലെ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ പറയാ, അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ലൈക്ക് എനി 3 സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇൻ കേസ് നിങ്ങൾക്ക് 5th മോഡ്യൂൾ ഒരു പഠിക്കാൻ അത്ര ഇതായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോവാം. എങ്ങനെയാണെങ്കിലും അതിനോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, ലൈക്ക് ഡേറ്റ അനാലിസിസ് യൂസിങ് ആറിൻ്റെ അകത്ത് നമ്മൾ ഓരോ എന്താ പറയുക അനാലിസിസ്, ലൈക്ക് ആർ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം ചെയ്യുന്നത് അതേപോലെയുള്ള ഡേറ്റ സെറ്റ്സുകൾ എല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. നമ്മളത് അതനുസരിച്ച് ഓരോ ഡേറ്റ സെറ്റും പ്ലോട്ടപ്പ് ചെയ്യും. ഓക്കെ, സോ പ്ലോട്ടപ്പ് ചെയ്യുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ യു ഹാവ് സം കൈൻഡ്സ് ഓഫ് വീഡിയോസ് അവൈലബിൾ ആണ് നെറ്റിൽ, ലൈക്ക് യൂട്യൂബിൽ. അത് വേണമെങ്കിൽ റെഫറപ്പ് ചെയ്യാം. നമുക്കത് കിട്ടിയില്ല, ഒരു കൺസെപ്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്, അതിൽ 4 വിൻഡോസ് ഹൈലൈറ്റ് അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് സ്ക്രിപ്റ്റ്സിന്, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആർ കോഡ് റൈറ്റ് ചെയ്യുന്നതും സേവ് ചെയ്യുന്നതും. വർക്ക് സ്പേസ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, അവിടെ ആയിരിക്കും നമ്മൾ ഡേറ്റ സെറ്റും വേരിയബിൾസും കാണുന്നത്. ആൻഡ് പ്ലോട്ട്സ് എന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ ഈ പറയുന്ന പ്ലോട്ട്സുകളെല്ലാം ജനറേറ്റ് ചെയ്ത് വെക്കുന്നത്. കൺസോൾ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും നമ്മൾ ആർ കോഡിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ എക്സിക്യൂട്ട് ചെയ്തു, എന്തൊക്കെയാണ് ഔട്ട്പുട്ട് എന്നുള്ളതിന്റെ ഹിസ്റ്ററി അപ്പ് വരുന്നത് അവിടെയാണ്. അതായിരിക്കും 4 ഹൈലൈറ്റഡ് വിൻഡോ പാൻസ് ഓഫ് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഓഫ് ആർ. ഓക്കെ, ദെൻ ഡേറ്റ ഇമ്പോർട്ട് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും എല്ലാത്തിലും ഈ പറയുന്ന സിൻടാക്സുകളാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, നിങ്ങൾ ആ ഒരു സിൻടാക്സുകൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ആ ഒരു ഇതേപോലെ ബോക്സ് ആയിട്ട് ചിലതിലുണ്ടായിരിക്കും. സോ അത് ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ അത്രയും ഒരു ഇത് ഉണ്ടാവില്ല നിങ്ങൾക്കത്. ജസ്റ്റ് ഒന്ന് ഇത് കാര്യങ്ങൾ എന്താന്നുള്ളത് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അല്ലാതെ നമുക്ക് കുറച്ച് വാസ്റ്റ് ആണ്. സോ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ബ്രീഫ് അപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ലൈക്ക് ഇതേപോലെ ബോക്സിലൊക്കെ ഉള്ളത് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സിൻടാക്സ് എന്താണ്, എക്സ്പോർട്ട് ചെയ്യാനുള്ള സിൻടാക്സ് എന്താണ് എന്നുള്ളത് നോക്കിയിട്ട് പോയാൽ നമുക്ക് ഈസിയർ ആയിരിക്കും. ഓക്കെ, പിന്നെ അട്രിബ്യൂട്ട്സ് എന്ന് പറയുന്ന 4 ടൈപ്സ് ഉണ്ടായിരിക്കും ആർ പ്രോഗ്രാമിങ്ങിൽ. ഡേറ്റ ടൈപ്സും പറയുന്നുണ്ട്. അതിൽ 4 അട്രിബ്യൂട്ട്സുകളാണ് ഈ പറയുന്ന നോമിനൽ, ഓർഡിനൽ,
ഇന്റർവെൽ ആൻഡ് റേഷ്യോ. അത് കാറ്റഗോറിക്കലും ന്യൂമറിക്കും ഉണ്ട്. സോ അതിൽ കാറ്റഗോറിക്കലാണ് നോമിനലും ഓർഡിനലും, ന്യൂമറിക്കൽ ഇന്റർവെല്ലും റേഷ്യോയും. ഓക്കെ, സോ ദാറ്റ് കൈൻഡ്സ് ഓഫ് ഉണ്ട്. അതിൽ ഡേറ്റ ടൈപ്സുകൾ ഓരോന്ന് വരുന്നുണ്ട്. ഇത്രയും പഠിക്കണം എന്നില്ല, ലൈക്ക് ഒരു 3 or 4 അത്രയേ ഉള്ളൂ. അത് ടീച്ചേഴ്സിന് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി 3 ആണെങ്കിൽ 3 മാർക്സ്, ഇനി 4 ആണെങ്കിൽ 4 മാർക്സ്, അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കും ഞങ്ങൾക്ക് സ്കീമിൽ. ഓക്കെ, അപ്പം നിങ്ങൾ 3 or 4 പഠിച്ചാൽ മതി. ഓക്കെ, ദെൻ ഇതിൻ്റെ അകത്ത് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, ഇതെല്ലാം വാസ്റ്റ് ആണ്, അട്രിബ്യൂട്ട് ആൻഡ് ഡേറ്റ ടൈപ്സ്. കണ്ടിജൻസി ടേബിളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രോഗ്രാമിംഗ് സെക്ഷനിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എക്സ്പ്ലോയിറ്ററി ഡേറ്റ അനാലിസിസ്. എക്സ്പ്ലോയിറ്ററി ഡേറ്റ അനാലിസിസിലും നമുക്ക് കുറച്ച് കൈൻഡ് ഓഫ് ഡേറ്റ സെറ്റ്സ് നമ്മൾ പ്ലോട്ടപ്പ് ചെയ്യാണ്. എക്സ്പ്ലോയിറ്ററി ഡേറ്റ ടൈപ്സിൽ ഒരു ഡേറ്റ അനാലിസിസ് ആണ്. അതായത് നമ്മുടെ ഒരു ഡേറ്റ സെറ്റിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻലി വിഷ്വലൈസേഷൻ ചെയ്ത് എങ്ങനെയായിരിക്കും അനാലിസിസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളായിരിക്കും അതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, ദെൻ ദിസ് ഡേർട്ടി ഡേറ്റ, അത് നിങ്ങളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാൻ വരുന്നുണ്ട്, എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ്. അത് ഡിറ്റക്ട് ചെയ്യുന്നത് നമ്മളെ ഡേറ്റ എക്സ്പ്ലോറേഷൻ്റെ ഫേസിൽ നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ഗ്രാഫിൽ ഒരു ഹ്യൂജ് സ്പൈക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ദിസ് ഇസ് ലൈക്ലി ടു ബി ദ എവിഡൻസ് ഓഫ് മിസ്സിംഗ് ഡേറ്റ. കുറച്ച് ഒരു ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഹൈ ഒരു സ്പൈക്ക് പോലത്തെ സംഭവങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ആ ടൈപ്പ് ഓഫ് ഡേറ്റേനെയാണ് നമ്മൾ എന്താ പറയുന്നത്, അതിന് നമുക്ക് ഒരു പോസിബിൾ, അത് മിസ്സിംഗ് ഡേറ്റയാണ്, എവിഡൻസ് ഓഫ് മിസ്സിംഗ് ഡേറ്റ. ചിലപ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്യാം, ചിലപ്പോൾ നമ്മൾ നള്ളിഫൈ ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ ആയിരിക്കും നമ്മൾ പെർഫോം അപ്പ് ചെയ്ത് മാറ്റിക്കളയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഡേർട്ടി ഡേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ചില അൺവാണ്ടഡ് ആയിട്ടുള്ള ഡേറ്റാസ് നമ്മളത് ക്ലിയർ അപ്പ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് കൈൻഡ് ഓഫ് ഡേർട്ടി ഡേറ്റ. അതൊന്ന് ജസ്റ്റ് നോക്കിയിട്ട് പോവാം കേട്ടോ. ഡേർട്ടി ഡേറ്റ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ എന്തായാലും നോക്കിയിട്ട് പോവാം. ദെൻ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇത്, ഈ ഒരു മൾട്ടിപ്പിൾ വേരിയബിൾസ് എക്സാമിൻ ചെയ്യുന്നത് ബോക്സ് ആൻഡ് വിക്സർ പ്ലോട്ട്, ഹെക്സ്ബിൻ പ്ലോട്ട് ആൻഡ് സ്കാറ്റർ പ്ലോട്ട്, വാട്ട് കൈൻഡ്സ് ഓഫ് പ്ലോട്ട്സ് അവൈലബിൾ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ എഴുതാവുന്നതാണ്. ഓക്കെ, സോ അതൊന്ന് ബ്രീഫ് അപ്പ് ചെയ്തിട്ട് പോവുക. ഇതെല്ലാം ടെക്സ്റ്റിൽ നിന്ന് ഞാൻ ജസ്റ്റ് ബ്രീഫ് അപ്പ് ചെയ്ത് എഴുതിയേക്കുന്നത് ജസ്റ്റ് ടെക്സ്റ്റ് ആണ്. നമ്മൾ ഇപ്പൊ കണ്ട സ്ലൈഡ്സിന്റെ താഴെ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഡേറ്റ ഫ്രെയിംസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, താഴേക്കെല്ലാം നമ്മുടെ ഒരു ടെക്സ്റ്റാ വരുന്നത്. ആ ടെക്സ്റ്റ് ജസ്റ്റ് അത് വായിക്കണം എന്നുള്ളവർക്ക് അത് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ദി 5th module ആർ പ്രോഗ്രാമിംഗ്. ഓക്കെ, സോ ഇത് കുറച്ച് നിങ്ങൾക്ക് അത്രമാത്രം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുക, അതെങ്ങനെയാണ് വരുന്നതെന്ന് നോക്കുക, എന്നിട്ട് അത് വേണമെങ്കിൽ പഠിച്ചിട്ട് പോകാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ ഷെയർ ചെയ്തേക്കാം, ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഷെയർ ചെയ്യണോ അതോ എമിക്ക് തന്നാൽ മതിയോ? ഇവിടെ ഷെയർ ചെയ്തോ മാം? ഓക്കെ, ഓക്കെ. ഓക്കെ, ഷെയർ അപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, മാം അതിന് ആക്സസ് ഇല്ല. ഞാനത് ആക്സസ് കൊടുക്കുകയാണ്. സോ മാക്സിമം നിങ്ങളൊരു 3 മോഡ്യൂൾസ് കൂടുതലായിട്ട് നോക്കുക. ഇപ്പോൾ 40 മാർക്സ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലംസും കൂടെ ഒന്ന് നോക്കിയിട്ട് എന്താ ഒരു 3 മോഡ്യൂൾസ്, ഒരു പ്രോബ്ലമാറ്റിക്കും 2 തിയററ്റിക്കലും ആയിട്ടുള്ള ഒരു മോഡ്യൂൾസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ടും പാസ്സാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ടായിരിക്കും. ഞാൻ സ്റ്റാറ്റസ് മാറ്റിയിട്ടുണ്ട്, എസ് ഇട്ടിട്ടുണ്ട്. ഓക്കെ.
ഇൻ കേസ് എന്തെങ്കിലും കിട്ടിയിട്ടില്ല എന്നെങ്കിൽ ഐ വിൽ ഷെയർ അഗെയിൻ ടു എയ്മി. ഓക്കെ, ഓക്കെ. എന്തെങ്കിലും വേറെ ഡൗട്ട്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വേറെ? ഓക്കെ.